ബഹുമാനപ്പെട്ട മാത്യു കണ്ടത്തിലച്ചൻ, പ്രിയമുള്ള ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ, ബഹുമാനപ്പെട്ട തൈപ്പറമ്പിലച്ചൻ, എന്നെ ശ്രമിക്കുന്ന നമ്മുടെ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE മലങ്കര സുറിയാനി കത്തോലിക്ക സഭാമക്കളെ, നമ്മുടെ കർത്താവിന്റെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ ഇതിനോടകം അനേക സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിവിധ വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് നാം ശ്രദ്ധ ചെലുത്തി. ഇപ്പോൾ ആത്മനിറവ് 2020 എന്ന വചനകൂടാരത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് എത്തിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ബിജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 മാസം COVID-19 എന്ന ഒരു മഹാരോഗം ലോകത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് മുൻകൂർ ജാമ്യമെടുത്ത് അല്പസ്വാതന്ത്ര്യത്തോടെ പ്രയാണം ചെയ്ത ഒരു സമൂഹമാണ് UAE നമുക്കുള്ളത്. ആത്മീയമായ കരുത്ത്, ആത്മീയമായ ശക്തി മുമ്പെന്നതിനേക്കാൾ നിങ്ങൾ ആർജിച്ചെടുത്ത ഒരു കാലഘട്ടമായി ഞാനിതിനെ കാണുന്നു. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട കണ്ടത്തിലച്ചൻ, പ്രിയപ്പെട്ട എബ്രാമച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട സെൻട്രൽ സമിതി അംഗങ്ങൾ, UAE നമ്മുടെ കുടുംബനാഥർ, യുവതീ യുവാക്കൾ, MCYM മക്കൾ, കുഞ്ഞുങ്ങൾ, വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകർ, ഞങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന അനേകം നമ്മുടെ യുവജനങ്ങളുണ്ട്. അവരെ ഈ സമയം ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. കോവിഡിന്റെ ഏറെ ക്ലേശങ്ങൾ അലട്ടുന്ന അവരെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കാണാനും കേൾക്കാനും അവർക്ക് ആവശ്യമായത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കാനും നിങ്ങൾ പ്രത്യേകം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ എനിക്ക് ആത്മസംതൃപ്തി പകരുന്നു. തുടർന്നും ദൈവം നിങ്ങളെ ഉപകരണമാക്കി അനേകരുടെ മുൻപിൽ സാക്ഷ്യമായി നിർത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ ഈ വചന ശുശ്രൂഷയില് നമ്മെ നയിക്കുന്നു. തീർച്ചയായും സന്തോഷപ്രദമാണ് അച്ഛൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമായും ഭാഗ്യമായും ഞാൻ കരുതുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധാരണഗതിയിൽ അച്ഛനെ ലഭിക്കുവാൻ പ്രയാസമുണ്ട്. എന്നാൽ ഇത് ഒരു അനുകൂലമായ ദൈവാനുഗ്രഹത്തിന്റെ സമയമായി. മാത്രവുമല്ല, പ്രിയപ്പെട്ട ദാനിയേൽ അച്ഛൻ നമ്മുടെ സഭാ കൂട്ടായ്മകളുടെ ചെറുതും വലുതുമായ സമൂഹങ്ങളെ ബലപ്പെടുത്തുന്നതിന് പ്രത്യേകം തയ്യാറെടുപ്പിൽ ആയിരിക്കുകയാണ്. നമ്മുടെ സഭാ കൂട്ടായ്മകൾ ചെറുതും വലുതുമാകട്ടെ, വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുക അവരെ എന്നുള്ളത് പ്രത്യേക ധർമ്മമായി അച്ഛൻ ഈ കോവിഡിന്റെ കാലത്തും തുടർന്നുള്ള സന്ദർഭങ്ങളിലും സ്വീകരിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കാവലും കരുതലും വാത്സല്യവും പ്രിയപ്പെട്ട അച്ഛൻ്റെ കൂടെ ഇരിക്കട്ടെ. ഈ ആത്മനിറവ് ഈ അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങളെ കൂടുതൽ യേശു കർത്താവിനെ അനുഗമിക്കുന്ന ആ വലിയ തയ്യാറെടുപ്പിൽ ബലപ്പെടുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
നമ്മൾ അനാഥരാണ് എന്ന ഒരു ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മെ ഒറ്റപ്പെടുത്താറുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. And we have nobody to care for. നമ്മെ നോക്കാനും നമ്മെ കരുതുവാനും ആരുമില്ല. ഒരു നിസ്സഹായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ മറ്റെന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളുവാൻ നമുക്കാവില്ല. നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണുന്ന നാളുകളിലാണ് 2020 ആത്മനിറവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു ചെറിയ അണു നമ്മളെ അറസ്റ്റ് ചെയ്തിരിക്കുക. നമ്മളെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കാൻ കഴിയുന്ന ലോക സാമ്രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ ചെറിയ രോഗാണു അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. പുറത്തു കടക്കാൻ കഴിയുന്നില്ല. കൈ കൊടുക്കുന്നിടത്ത് ഇപ്പോൾ കൈ കൂപ്പുകയാണ്. അടുത്തത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തെല്ലാം അസ്വാതന്ത്ര്യങ്ങളാണ്. കുത്തി നിറച്ചുകൊണ്ട് പോയിരുന്ന ബസ്സുകളിൽ, അത് സ്കൂൾ ബസ് ആയാലും KSRTC ആയാലും, ധാരാളം സ്ഥലമുണ്ട് വണ്ടിയിൽ. പകുതിയേ പാടുള്ളൂ. നമുക്ക് എല്ലായിടത്തും അങ്ങനെ കയറി ചെല്ലാൻ കഴിയുന്നില്ല. നമുക്ക് പോകണമെന്ന് കരുതുന്ന വീടുകളിൽ പോകാൻ നമുക്ക് ഉള്ളിൽ നിന്നൊരു സ്വാതന്ത്ര്യം വരുന്നില്ല. അത് അവർക്ക് പ്രയാസമാകുമെന്ന് കരുതി നമ്മൾ ഉൾവലിയുകയാണ്. ഒരു അസ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത്, നമുക്ക് വേണ്ടി ഇരിപ്പിടം തയ്യാറാക്കി കാത്തിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ നീ ഇതിനെന്ത് പരിഹാരം സ്വർഗത്തിന്റെ പദ്ധതിയിൽ കാണുന്നു? ആർ യു അലോൺ? നീ ഒറ്റയ്ക്കാണോ? നീ ഒറ്റപ്പെട്ടു പോയോ? നിന്നെ ആരും കരുതാനില്ല എന്ന് നീ സ്വയം വിധിച്ച് ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് മാറി നിൽക്കുകയാണ്. ഇതുപോലെ ഒരു ദുർബലമായ സാഹചര്യം നമ്മുടെ കർത്താവ് നേരിൽ കണ്ടതുകൊണ്ട് കർത്താവ് ഒരു പരിഹാരം എന്നേക്കുമായിട്ട് നൽകിയിട്ടാണ് പോയത്. അവിടേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ദാനിയേൽ അച്ഛന്റെ വചനപ്രഭാഷണത്തിലേക്ക് വരാം. ഇത്രയുമേ ഉള്ളൂ. എന്നെ പീഡിപ്പിക്കുമെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരെല്ലാം പരിഭ്രാന്തരാകുന്നു. ക്രൂശിൽ മരിക്കേണ്ടി വരും, നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കും, 1 പ്രാവശ്യം തള്ളിപ്പറയും. ശിഷ്യന്മാര് പരിഭ്രാന്തരാവുകയാണ്. ആരിത് ചെയ്യും? ആരാണ് ഇപ്രകാരം ഒറ്റിക്കൊടുക്കാൻ പോവുക? പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം മുതൽ അസ്വസ്ഥതയാണ്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുമെന്ന്. ശിഷ്യന്മാരിൽ ഒന്നാമനായി നിൽക്കുന്നവൻ തള്ളിപ്പറയുമെന്നാണോ? അതൊരിക്കലുമില്ല. ഓരോരുത്തരായി പിരിഞ്ഞു പോകും. അസ്വസ്ഥതകൾ വരും. യഹൂദന്മാർ പീഡിപ്പിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിൽ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഈ ആത്മനിറവിൽ നമ്മെ കൂടുതൽ പ്രകാശിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന
പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിപ്പാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അസ്വസ്ഥരായി മാറിപ്പോകുന്ന ശിഷ്യന്മാരെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് സത്യമായ ഒരു വാഗ്ദാനം നൽകുന്നു. I will not leave you orphans. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയില്ല. മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. എന്താണ് അതിന്റെ അർത്ഥം? കൂടെ വസിക്കുന്ന, കൂടെ ആയിരിക്കുന്ന കർത്താവ് സഹായകനാണ്. കർത്താവിന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു സഹായകനെ അയക്കുവാൻ യേശു കർത്താവ് മനസ്സ് വയ്ക്കുന്നു. എന്നേക്കും കൂടെ ഇരിപ്പാൻ അനാഥരായി വിട്ടുകളയാത്ത ദൈവത്തിന്റെ മനസ്സ് തുറക്കുകയാണ്. രണ്ടായിരം വർഷം കഴിയുമ്പോൾ കർത്താവ് വാക്ക് മാറ്റി പറയും എന്ന് നാം വിചാരിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ വാഗ്ദാനം വിശ്വസനീയമാണ്. എങ്കിൽ ഇതുപോലെ ദുർബലമായ ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ ആരിൽ അഭയം കാണും? Whom shall we trust? മനുഷ്യനെ ആശ്രയിച്ചാൽ അത് സ്ഥായിയാകുമോ? ആകുമോ? നിങ്ങൾ പലർക്കും നിങ്ങളുടെ ജോലിയെ കുറിച്ച് ആശങ്കയുണ്ട്. ഓൾറെഡി പലരും ജോലി നഷ്ടപ്പെടുകയും നഷ്ടപ്പെടാൻ ഉള്ള വക്കിൽ നിൽക്കുകയുമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There is a limit in believing human capacity. അതേത് മനുഷ്യനാണെങ്കിൽ. ഞാൻ പലപ്പോഴും നമ്മളുടെ വ്യവസായികളായ ആളുകളെ കാണുമ്പോൾ നേരത്തെയും ഒക്കെ ചോദിക്കും, എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ? ഒരു കുഴപ്പമില്ല പിതാവേ, എല്ലാം ഭംഗിയായിട്ട് പോകും. ബിസിനസ്സൊക്കെ ഒരു ദൈവാനുഗ്രഹിച്ച് ഒരു പ്രശ്നവുമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് പോകും. അത് ഇപ്പൊ ചോദിക്കുന്ന ആളിന് വ്യത്യാസമൊന്നുമില്ല, ചോദിക്കുന്ന സ്വരത്തിലും വ്യത്യാസമില്ല, മറുപടിയിൽ ചെറിയ ഒരു പതർച്ചയുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും തുറന്നു പറയാറുണ്ട്. സമ്മതിക്കാൻ മടിയില്ലാത്ത അപൂർവം ചില ആളുകളെ ഉള്ളത് വിട്ടു പറയാത്തത്. എങ്കിലും ബാക്കി ഉത്തരം കേൾക്കുമ്പോൾ നമുക്കറിയാം അവരും പതറുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടല്ലോ, അല്ലേ? എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ആത്മനിറവിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം അത്യാവശ്യമായിട്ട് വേണം. നമ്മൾ ആരെ മുറുകെ പിടിക്കും? വിശുദ്ധ അൽഫോൻസാമയോ വിശുദ്ധ യോസേപ്പ് പിതാവോ ഒന്നുമല്ലല്ലോ നാം ആരും. പച്ചയായ മനുഷ്യര്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന പച്ചയായ മനുഷ്യര്, ദൈവത്തിന്റെ കരം ഉയർത്തി പിടിക്കാൻ കഴിയുന്ന മനുഷ്യര്, കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ആത്മനിറവ് നമ്മെ നിർബന്ധിക്കുന്നു. ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങളെ അനാഥരായി വിടുകയില്ല
യുഗാന്ത്യം വരെ കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചല്ലേ ഉള്ളൂ. അമ്മയുടെ പെരുന്നാളിൽ ഓർത്തിരിക്കാൻ എലിസബത്ത് പുണ്യവതി പറഞ്ഞതിനേക്കാൾ ഓർമ്മപ്പെടുത്തലാണുള്ളത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ അത് അതുപോലെ സംഭവിക്കും. ഒരു സഹായകനെ നമുക്ക് എപ്പോഴാ സഹായം വേണ്ടത്? നമ്മൾ മനസ്സ് തകർന്നിരിക്കുമ്പോൾ, ദുർബലരായിരിക്കുമ്പോൾ. ഈ ഒരു അവസരത്തിൽ നമ്മൾ ദുർബലരാണ്. Only God can help us. ദൈവത്തിന് മാത്രമേ സ്ഥായിയായി ആത്യന്തികമായി നമ്മെ സഹായിക്കാൻ കഴിയൂ. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അവിടുത്തെ ആശ്രയിച്ചുകൊള്ളുക, അവിടുന്ന് വഴി നടത്തും. ഇനി അങ്ങോട്ട് ആത്മനിറവിൽ നിങ്ങൾ വ്യാപരിക്കുക. ആത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ. മനുഷ്യർ ഒരുപാട് നിറച്ചിട്ടുണ്ടല്ലോ. മനസ്സും വയറും നമ്മുടെ ബുദ്ധിയും ആലോചനയൊക്കെ മനുഷ്യൻ നിറച്ചിട്ടില്ലേ കുറച്ചു കാലം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ആ ആത്മാവിനെ മുറുകെ പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അനാഥരായി വിടാത്ത ദൈവത്തിന്റെ കരം പിടിച്ച് മുൻപോട്ട് പോകുന്നതിന് ഈ ആത്മനിറവ് 2020 നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിങ്ങളെ പ്രകാരം അവിടെ UAE വരാതെ തന്നെ നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത് വലിയ ഒരു സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിലെ മുറികളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണാനും നിങ്ങളോട് വചനം പങ്കുവയ്ക്കാനും കഴിയുന്ന ഒരു വലിയ അനുഭവം. നമ്മളിനി പ്രസിദ്ധരായ വചനപ്രഘോഷകരെ ഒന്നും കാശ് കൊടുത്ത് വിളിച്ച് പ്രസംഗിപ്പിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ വെബിനാറിലൂടെ വിളിച്ചാൽ ദാനിയേലച്ചൻ അതുപോലെ സ്തോത്ര കാഴ്ച കൊടുത്താലും മതി. അച്ഛൻ ഇറങ്ങി പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ അത്ഭുതകരമായി നമ്മുടെ മലങ്കര കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ആത്മീയമായ ഒരു വലിയ കരുത്ത് സമ്പാദിക്കുമ്പോൾ ദയവായി തെറ്റിദ്ധരിക്കരുത്. അത് നിങ്ങളുടെ കുടുംബത്തിലും അവിടെയുള്ള കൊച്ചു സ്ഥലത്തും മാത്രമേ അത് അവശേഷിക്കുകയുള്ളൂ. നിങ്ങൾ കർത്താവിനെ വിളിച്ചത് കൊണ്ടാണ്, കർത്താവിനോട് ചേർന്ന് നിന്നത് കൊണ്ടാണ് എനിക്ക് ഈ കൊറോണ കാലത്ത് ഇത്രയും കാലം കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞത്. നമ്മുടെ പള്ളികൾ വേദനിക്കുന്ന നമ്മുടെ യാക്കോബായ സഹോദരങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ പിറകിലെ ശക്തി, ചൈതന്യം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്നത് കൊണ്ടാണ്. അതിന് മുടക്കം വരുത്തരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയെ ബലപ്പെടുത്തുകയാണ്. 90-ാം വർഷത്തിലേക്ക് പുനരൈക്യ പ്രസ്ഥാനം കയറുമ്പോൾ അനാഥനായി മുണ്ടൻമലയിൽ നിറങ്ങി വന്ന മാറിവാനിയോസ് തിരുമേനിക്ക് ഒരു ഹൈന്ദവ സഹോദരൻ തന്റെ കുടുംബത്തിന്റെ ചാർത്തും ഒരു മുറിയും വെണ്ണിക്കുളത്ത് ദാനമായി കൊടുത്ത് അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രേക്ഷിത യാത്രയിൽ 90-ാം വർഷത്തിലെത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ കൊച്ചു സഭയോട് കൽപ്പിച്ചു, നിന്റെ പള്ളിയുടെ വാതിൽ തുറന്നിട്ടുകൊള്ളുക. നിന്റെ കുർബാന കഴിഞ്ഞ് അത് തുറന്ന് വെറുതെ കിടക്കുകയല്ലേ. ആ സഹോദരങ്ങൾക്ക് ആരാധിക്കാൻ നിന്റെ പള്ളി വിട്ടുകൊടുക്കുന്നത് വഴി ഞാൻ നിന്റെ പള്ളിയിൽ സദാ സന്നിഹിതനായിരിക്കും. ഹൃദയം തുറന്നു കൊടുക്കുക. കർത്താവ് നയിക്കട്ടെ. പ്രിയപ്പെട്ട കണ്ടത്തിലച്ഛനോടും പ്രിയപ്പെട്ട തൈപ്പറമ്പിലച്ഛനോടും പ്രിയപ്പെട്ട ബിജുവിനോടും ഈ ആത്മനിറവിൽ സംബന്ധിക്കുന്ന ഇപ്പോൾ ഞാൻ കാണുന്ന 407 ആത്മാക്കളോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സഭ സ്വർഗത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥിക്കണമേ. ഇനി ദാനിയേലച്ചൻ ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങളോട് ആത്മാവിന്റെ ശബ്ദം കേൾപ്പിക്കുന്നതിന്
കർത്താവ് അനുഗ്രഹിക്കട്ടെ. എളിയവനായ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ. എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞ് ഈ വിശുദ്ധ സുവിശേഷത്തിന്റെ സുഗന്ധം നമ്മുടെ കൂട്ടായ്മയെ, യു എയിലെ നമ്മളുടെ കുടുംബങ്ങളെ സമൃദ്ധമായി ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈശോയുടെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ബാബ തിരുമേനി പറഞ്ഞ എല്ലാ ദൈവിക സന്ദേശങ്ങളുടെയും ചുവട് പിടിച്ച് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുകയാണ്. ബാബ തിരുമേനിയിലൂടെ കർത്താവ് നമ്മളോട് അതിശക്തമായി സംസാരിച്ചു. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുടുംബ സമ്മേളനം നമ്മുടെ കുടുംബത്തിൻ്റെ പിതാവായ കുടുംബനാഥനായ ബാബ തിരുമേനി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് സന്ദേശം തന്നത് നമ്മുടെ സന്തോഷം സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഡാനിയലച്ചനെ കിട്ടാൻ ഇടയില്ല എന്നുള്ളതാണ്. ഒരു കുഞ്ഞു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മുടെ കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത്തിലച്ചനോടും പറഞ്ഞത് അതാണ്, പിതാവിനും അത് അറിയാം. നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ കൂട്ടായ്മകൾ തന്നെയാണ്. അത് എപ്പോഴും നമ്മളങ്ങനെയാണ് ഒരു മുൻഗണന വച്ചിരിക്കുന്നത്. മാത്രമല്ല, പിതാവ് സൂചിപ്പിച്ചതുപോലെ ഏതാനും നാളുകൾക്ക് മുമ്പ് കർത്താവ് തന്ന വലിയൊരു ബോധ്യം മലങ്കര സമൂഹത്തെ നന്നായി വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്ന വിധം എല്ലാം ചെയ്യണം എന്നുള്ളൊരു ബോധ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവൈലബിൾ ആവാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. പിതാവിൻ്റെ ആശീർവാദം ഈ സമയത്ത് യാചിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനാപൂർവം ഈ സമയത്ത് ആയിരിക്കാം. ഒരു പ്രാർത്ഥനാ വിഷയം ഞാൻ ആമുഖമായിട്ട് തന്നെ പങ്കുവെക്കുകയാണ്. കാരണം പിതാവ് ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയാൽ പിതാവിനെ അറിയാമെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമാണ് ശാന്തി മന്ദിരം. കഴിഞ്ഞ ഓണത്തിന് പിതാവ് അവിടെ സന്ദർശനം നടത്തിയ ശാന്തി മന്ദിരത്തിൽ 108 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ന്. 108 മെമ്പേഴ്സിന്. അപ്പോൾ ഒരു വളരെയധികം വേദനയിലാണ്. വളരെ കുറച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 16 പേരോ മറ്റേ ഉള്ളൂ കോവിഡ് വരാത്തവരായിട്ട്. ബാക്കി എല്ലാവരും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിതാവിന് പ്രത്യേക പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഞാൻ ആ സഹോദരനെ വിളിച്ച് ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം വളരെ വലിയ വേദനയിലാണ്. അവർക്ക് ഒരു കുടുംബം ഏതാണ്ട് 148 മാനസിക രോഗികളെ നോക്കുകയാണ്. ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ഒരു കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും. അവർ വളരെ അടുത്ത നാളുകളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുമാണ്. ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച ആളുകളുമല്ല. കർത്താവിനെ അറിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവ് നൽകിയ വലിയൊരു പ്രേരണ അനുസരിച്ച് മാനസിക രോഗികളെ വളരെ നന്നായി ഒരു എക്സെപ്ഷണലായി അവരെ നോക്കുന്ന ഒരു സ്ഥാപനമാണത്. വളരെയധികം ത്യാഗമെടുത്ത് ആ കുടുംബം അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ്. നമ്മൾ ആത്മീയമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ നമ്മുടെ തന്നെ മലങ്കരയുടെ ഭാഗമാണത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അഭിനന്ദ ബാബ തിരുമേനിയും അതുപോലെ തന്നെ അച്ഛന്മാരും നിങ്ങളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സന്തോഷിനോട് സംസാരിച്ചപ്പോൾ സന്തോഷ് പറഞ്ഞ അച്ഛാ അടുത്ത ടെസ്റ്റിന് എല്ലാവരും നെഗറ്റീവ് ആവാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവിടെ മരണമൊന്നും നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം ആരും ഇല്ലാത്തവരെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നതാണ്. അത്തരം സ്ഥാപനങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ പിന്നീട് അതിനൊക്കെ പല വ്യാഖ്യാനങ്ങൾ വരും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു മരണം പോലും സംഭവിക്കാൻ പാടില്ല. നല്ലതുപോലെ അവരെല്ലാം റിക്കവറായി വരാൻ പ്രാർത്ഥിക്കണം. അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ദിവസം ആത്മനിറവിലേക്ക് പ്രവേശിക്കാനായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഒരുങ്ങുകയാണ്.
നമ്മളെ സംബന്ധിച്ച് പിതാവ് ബാബ തിരുമേനി ഓർമ്മിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഉത്തരങ്ങളില്ലാത്ത കാലമാണിത്. മാനുഷികമായി നമ്മെ സംബന്ധിച്ച് ഒരു ഹ്യൂമൻ ആൻസർ പല കാര്യത്തിനും കൊടുക്കാൻ ഇല്ലാത്ത ഒരു കാലമാണിത്. അപ്പൊ ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്. കർത്താവേ, അങ്ങെന്താണ് സംസാരിക്കുന്നത് എന്ന് കർത്താവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അതിനുവേണ്ടി കാതോർക്കുകയാണ്. ആ ദൈവസ്വരത്തിന് മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. ഇത്തരുണത്തിൽ ഞാൻ ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വളരെയധികം നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാൻ ഇന്നും ദൈവം അനുവദിച്ചാൽ നാളെയുമൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് എനിക്ക് കിട്ടുന്ന പ്രേരണ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആത്മീയ ജീവിതത്തിന് വേണ്ട ഉപദേശങ്ങളാണ് ലഭിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ വായിച്ചാൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള ഒരു പ്രത്യേകത, യോഹന്നാന്റെ സുവിശേഷം കൂടുതലും ആത്മീയ ജീവനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും യേശുവുമായുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ചും പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചും എല്ലാം പറയുന്ന ഒരു സുവിശേഷമാണ്. ഉദാഹരണത്തിന് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാരുടെ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ദൈവം പ്രവർത്തിച്ച വലിയ പ്രവൃത്തികളെ, നമ്മൾ അത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്ന പ്രവൃത്തികളെ ഒരിക്കൽ പോലും അത്ഭുതം എന്ന് വിളിച്ചിട്ടില്ല, മിറക്കിൾ എന്ന് വിളിച്ചിട്ടില്ല. അദ്ദേഹം വിളിച്ചത് അടയാളം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ, ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഉള്ള വിവരണങ്ങളൊന്നും തന്നെ ഇല്ല. ഉദാഹരണത്തിന് യേശുവിന്റെ ജനനം, ബാല്യകാലം തുടങ്ങിയ വിവരണങ്ങളൊന്നുമില്ല. യേശുക്രിസ്തുവിനെ ആത്മീയമായി വളരെ ഉയർന്ന ഒരു കണ്ണുകളോടെ കാണാൻ നമ്മളെ വിളിക്കുന്ന ഒരു സുവിശേഷമാണിത്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ നമ്മൾ തേടുന്ന നമ്മളെ അലട്ടുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം എടുക്കുന്നത്. നമുക്ക് വായിക്കാം. ആദ്യത്തെ 3-4 വാക്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട വചനഭാഗങ്ങളാണ്. 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. 4-ാമത്തെ വാക്യം വളരെയധികം സ്പർശിച്ച ഒരു വചനമാണിത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. നമ്മൾ ഈ 3-4 വാക്യങ്ങളിലൂടെ അല്പസമയം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. 4-ാമത്തെ വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശുവിനെ കുറിച്ച് ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ആദ്യമായി യോഹന്നാൻ പറയുന്ന വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആശയം, യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. അത് ഒരു സാധാരണ അല്ല, ജീവൻ ഉണ്ടായിരുന്നു എന്ന് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് യേശു മരിച്ചതിന് ശേഷം ഏതാണ്ട് 65 വർഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ എഴുതുന്നത്. യേശുവിന്റെ മരണത്തിന് ശേഷം 6 പതിറ്റാണ്ടിന് ശേഷം യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ തന്റെ വായനക്കാരോട് യോഹന്നാൻ പറയുകയാണ്, യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അതിനകത്ത് എന്താണ് പ്രത്യേകത? ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ കുറച്ചുകൂടെ നമ്മളെ ഒരുപക്ഷെ ആകർഷിക്കാൻ പോകുന്നത്, ഞാനിങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കാം, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവന് ജീവൻ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ന്യൂസാണ്. ദാറ്റ് ഈസ് എ ന്യൂസ്.
ജീവനില്ല എന്ന് പറഞ്ഞാലാണ് അതൊരു വാർത്ത. ജീവിച്ചിരുന്ന ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് യോഹന്നാൻ പറയുന്നത്? 65 വർഷം മുമ്പ് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 33 വർഷം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അതിലെന്ത് പ്രത്യേകത? അവന് ജീവൻ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പൊ ജീവിച്ചിരുന്ന ഒരാളിൽ ജീവനുണ്ടായിരുന്നുവെന്ന് അതും എഴുതി തുടങ്ങുന്ന ആദ്യ വാക്യങ്ങളിൽ തന്നെ ഒരാൾ പറഞ്ഞ് പരിചയപ്പെടുത്തണമെങ്കിൽ ആ ജീവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ അല്ലത്. അപ്പൊ എനിക്കിപ്പോ ജീവനുണ്ട്. ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് ഞാൻ ചലിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. എനിക്ക് ജീവന്റെ ലക്ഷണങ്ങൾ ഞാൻ കാണിക്കുന്നു. എനിക്ക് ജീവനുണ്ട്. എന്നാൽ യോഹന്നാൻ പറയുന്നത് ആ ജീവൻ അല്ല. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ അപ്പസ്തോലനായ യോഹന്നാനെ, എന്താണ് അങ്ങ് ഉദ്ദേശിച്ച ജീവൻ? അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? ഈ ജീവൻ എന്നതുകൊണ്ട് അങ്ങ് എന്താണ് മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ വാക്യങ്ങളാണ് അടുത്ത വാക്യങ്ങൾ. ആ ചോദ്യത്തെ ആന്റിസിപ്പേറ്റ് ചെയ്ത് അദ്ദേഹം അതിന് ഉത്തരം എഴുതുകയാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ, the characteristic of that life, the speciality of that life, the uniqueness of that life, ആ ജീവന്റെ പ്രത്യേകത, ആ ജീവൻ വെളിച്ചമായിരുന്നു. ഇത് വളരെ 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 നമ്മളെ മേൽകീഴ് മറിക്കാവുന്ന ഒരാശയമാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ആ ജീവന്റെ പ്രത്യേകത, that life was light. ആ ജീവന്റെ പ്രത്യേകത അത് വെളിച്ചമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത് വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ വെളിച്ചമില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ ദുബായിലെ UAE സമയത്തെക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് പോയി സമയം ഇവിടെ 10 മണിയാവുന്നു. 10 മണി 5 മിനിറ്റ് കൂടെ 10 മണിയാവാൻ. അപ്പോ നല്ല ഇരുട്ടാണ്, മഴയാണ്, ഏത് സമയത്ത് കറണ്ട് പോകാം, പ്രതീക്ഷിച്ചിരുന്നോണം. അപ്പോ എപ്പോ വേണേ കറണ്ട് പോയാലും ഇരുട്ടാവുമ്പോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാനിപ്പോൾ പ്രകാശിച്ചു നിൽക്കുന്നത് വെളിയിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇരുട്ട് വന്നാൽ, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഈ പ്രകാശം അണഞ്ഞാൽ ഞാൻ ഇരുട്ടിലാവും. ഞാനിപ്പോൾ നിങ്ങൾ എന്നെ പ്രകാശത്തിൽ കാണുന്നത് വെളിയിൽ നിന്ന് എന്നിലെ കടിക്കുന്ന ഒരു വെളിച്ചത്തിന്റെ വെളിച്ചത്തിലാണ്. ആ വെളിച്ചം അണഞ്ഞാൽ ഞാൻ ഇരുട്ടിലാവും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് റോഡില് റിഫ്ലക്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ റിഫ്ലക്ടറിന്റെ പ്രത്യേകത, റിഫ്ലക്ടറിലേക്ക് വെട്ടം അടിച്ചാൽ തിരിച്ച് വെട്ടം ഇങ്ങോട്ട് വരും. നമ്മൾ റിഫ്ലക്ടറിലേക്ക് നമ്മുടെ കാറിന്റെ ലൈറ്റ് ഓഫ് ചെയ്താൽ, റിഫ്ലക്ടറിലേക്ക് പോകുന്ന വെളിച്ചം അണച്ചാൽ റിഫ്ലക്ടറിന്റെ വെളിച്ചവും ഇല്ലാതാവും. എന്ന് പറഞ്ഞാൽ റിഫ്ലക്ടർ അകത്തുനിന്ന് സ്വയം പ്രകാശിക്കുന്ന ഒരു സാധനമല്ല. അത് പ്രകാശിക്കണമെങ്കിൽ അതിന് വെളിയിൽ നിന്ന് വെട്ടം വന്നാലേ അതിൽ നിന്ന് തിരിച്ച് വെട്ടം പോവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. എന്നാൽ യേശുവിലുണ്ടായിരുന്ന വെളിച്ചത്തിന്റെ പ്രത്യേകത, എത്ര ഇരുട്ട് വന്നാലും ഇരുട്ട് കൂടുന്നതിനനുസരിച്ച് ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടേയിരുന്ന വെളിച്ചമാണ്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിൽ ജീവനുണ്ടോ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചാൽ, ഞാൻ ചോദിക്കുകയാണ്, എന്നിൽ ഈ ജീവൻ ഉണ്ടോ? അപ്പോൾ ഉടനെ യോഹന്നാൻ എന്നോട് പറയും, അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ സഹോദരൻ ഒരു കാര്യം ചെയ്യുക. സഹോദരൻ ഇരുളിൽ പ്രകാശിക്കുമോ? ഇരുളിൽ പ്രകാശിക്കുമോ ചോദിച്ചാൽ എന്താണ്? ഇങ്ങോട്ട് വെട്ടം വന്നാൽ മാത്രമേ അങ്ങോട്ട് വെട്ടം വരുത്തുള്ളൂ. ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പറയുന്നു, അതിങ്ങോട്ട് വരുന്നൊരു വെട്ടമാണ്. ഞാൻ അയാളോട് സ്നേഹത്തോടെ പെരുമാറുന്നു, അപ്പൊ എന്നിൽ നിന്ന് വെട്ടം അങ്ങോട്ട് അടിക്കുന്നു. അത് ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമല്ല. എന്നെ ഒരാൾ വന്ന് നല്ല പച്ച തെറി പറയുന്നു. തെറി പറയുന്ന സമയത്ത്
എന്നിൽ നിന്ന് സ്നേഹമുള്ള വാക്കുകൾ അയാളിലേക്ക് തിരിച്ചു പോയാൽ അത് വെളിച്ചമാണ്. അത് ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. എത്ര ഇരുട്ട് കൂടിയാലും ഈ വെളിച്ചമാണെങ്കിൽ ഈ വെളിച്ചം വന്നുകൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ മിക്കവരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റിഫ്ലക്ടറിൽ നിന്നുള്ള വെട്ടമാണ്. നമ്മളോട് നല്ലതുപോലെ പെരുമാറുന്നവരോട് നമ്മൾ നല്ലതുപോലെ പെരുമാറുന്നു. നമ്മുടെ മകളുടെ കല്യാണത്തിന് വന്ന് സഹകരിച്ചവരുടെ മകളുടെ കല്യാണത്തിന് നമ്മൾ പോകുന്നു. നമ്മളോട് നല്ല രീതിയിൽ ഇടപെട്ടവരോട് നമ്മൾ നല്ല രീതിയിൽ ഇടപെടുന്നു. നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞവരെ കുറിച്ച് നമ്മൾ നല്ല വാക്ക് പറയുന്നു. നമ്മളോട് നല്ല ബന്ധത്തിലായിരിക്കുന്നവരെ നമ്മൾ സഹായിക്കുന്നു. കർത്താവ് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? കർത്താവ് പറയാണ്, നിങ്ങളെ ചിരിച്ചു കാണിക്കുന്നവരെ മാത്രം നിങ്ങൾ ചിരിച്ചു കാണിച്ചാൽ എന്ത് പ്രയോജനം? നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്താൽ എന്ത് പ്രയോജനം? തിരിച്ചു കിട്ടുമെന്നോർത്ത് വായ്പ കൊടുത്താൽ എന്ത് പ്രയോജനം? നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരോട് മാത്രം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചാൽ എന്ത് പ്രയോജനം? കർത്താവ് പറയുന്നത്, ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു വെട്ടം നിന്നിൽ ഉണ്ടോ? നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകളോട് മാത്രം നല്ല രീതിയിൽ ഇടപെടുന്നത് ഈ ജീവനല്ല. ഞാൻ ഈ പറയുന്നത് നമ്മൾ സാധാരണയായി കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റൂ. വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എന്താണ്, നമ്മളിൽ ഈ വെട്ടം ഉണ്ടോ? ശരിക്കും സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു റിഫ്ലക്ടറാണ്. എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്നവരോടാണ് കൂടുതലും ഞാൻ നന്നായിട്ട് പെരുമാറുന്നത്. എനിക്ക് ഇങ്ങോട്ട് എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നവരോടാണ് കൂടുതൽ എൻ്റെ ഉള്ളിൽ സ്നേഹം അങ്ങോട്ട് വരുന്നത്. ഞാനൊരു റിഫ്ലക്ടറാണെന്ന് ഇതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായത്, ഞാനൊരു റിഫ്ലക്ടറാണ്. എന്നിൽ ഈ ജീവൻ ശരിക്കും ഇല്ല. നല്ലൊരു തെറി എന്നെ ഒരുത്തം വിളിക്കട്ടെ, അന്നേരമാണ് എന്നിൽ ഈ വെളിച്ചം വരുവോ? 10 പേര് എന്നെ കുറിച്ച് ഒരു അപവാദം പറയട്ടെ, അപ്പൊ ഈ വെളിച്ചം വരുവോ? ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ കൂടെയുള്ള ഒരാൾ പെരുമാറട്ടെ, അപ്പോ ഈ വെളിച്ചം വരുവോ? ഒരു ദിവസം ഞാൻ അറിയുകയാണ്, എൻ്റെ കൂടെ നടന്നിരുന്ന ഒരാൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന്, അപ്പൊ ഈ വെളിച്ചം വരുവോ? ഇതാണ് ചോദ്യം. ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെയധികം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയിലാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ, ഞാൻ വലിയ വേദനയിലാണ്. വേദനയുടെ കാരണം ഇതാണ്. ഒരാള് നാട്ടിൽ തൊഴിലൊന്നും ഇല്ലാതിരുന്നെന്ന് പറഞ്ഞാൽ ഒരാളെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും കൈവിട്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരാളെ ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് എൻ്റെ സ്വന്തം ചെലവിൽ നിന്ന്, എൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ഇയാളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇയാളെ ഞാൻ നന്നായിട്ട് പരിപാലിച്ച് പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ പരിപാലിച്ച് ഇങ്ങനെ പോകുമ്പോ ഇദ്ദേഹത്തിനെതിരെ പലയിടങ്ങളിൽ നിന്നായിട്ട് മോശമായ ചില കാര്യങ്ങൾ, ചില വാർത്തകൾ, ചില എഴുത്തുകൾ, ചില ഊമക്കത്തുകൾ, അതൊക്കെ ഇങ്ങനെ ഈ സൈബർ ലോകമല്ലേ, ആർക്കും ആരെക്കുറിച്ച് എന്ത് എഴുതാവുന്ന കാലമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കേണ്ടത്, ഇതെല്ലാം ആരെഴുതുന്നു? ഒരു ദിവസം അദ്ദേഹം തിരിച്ചറിയുകയാണ്, ഇദ്ദേഹം ഈ സഹായിച്ച് കൊണ്ടുപോയി താമസിപ്പിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇതെല്ലാം ഇദ്ദേഹത്തിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്താണ് നമുക്ക് ഈ ജീവന്റെ കാര്യം നമ്മൾ സംസാരിക്കേണ്ടത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. നോർമലി ആരും കുറ്റം പറയില്ല ഇയാളെ അങ്ങ് പറഞ്ഞു വിട്ടാൽ. കാരണം നമ്മൾ എത്ര തവണ എന്തോരം സഹായിച്ചതാണ്, എന്തോരം കഷ്ടപ്പെട്ടതാണ് ഇയാൾക്ക് വേണ്ടി. അപ്പൊ ഇത് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്ന, അച്ഛാ, ഞാൻ വലിയ വേദനയിലാണ്, ഞാൻ ഇയാളെ പറഞ്ഞു വിടട്ടെ? കാരണം ദിസ് ഈസ് ടു മച്ച്, ഇതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. അത്രയാ. ഐ ആം ടോട്ടലി ഷഡേർഡ്, ടോപ്പ് ടു ബോട്ടം, തകർന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന്, ഞാൻ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കുറച്ച് കഴിയട്ടെ, എന്തായാലും എടുപിടിന്ന് ഒരു തീരുമാനം എടുക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. 2-3 ദിവസം ഞാനും പ്രാർത്ഥിക്കാം, എന്തായാലും കർത്താവ് അറിയാതെ ഇത് വരില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ടൊക്കെ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. എനിക്കും വലിയ വേദനയായി എൻ്റെ ഹൃദയത്തിൽ. കാരണം അദ്ദേഹത്തെ, എനിക്കും സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും വലിയ വേദനയായി, അദ്ദേഹത്തെ അങ്ങനെ ചീറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കും വലിയ വേദനയായി.
ഒരു 2-3 ദിവസം കഴിഞ്ഞു, ഞാൻ ഈ സംഭവം വിട്ടുപോയി. അപ്പൊ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാന് കർത്താവിന്റെ അടുത്തിരുന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അച്ഛൻ പറയുകയാണ് ഇത് നീ അറിയാതെ ഇത് വരുത്തില്ലെന്ന്. അത് ഞാൻ എടുക്കുകയാണ്. നീ അറിയാതെ ഇത് വരുത്തില്ല, നീ അറിഞ്ഞിട്ടാണ് ഇത് വന്നത്, അല്ലെ നീ പെർമിറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നത്. കർത്താവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഞാൻ ഇയാളെ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ മറുപടി അപ്പം കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഹൃദയത്തിൽ കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, നിനക്കറിയുമോ, എന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് 101 തവണ ഉറപ്പുണ്ടായിരുന്ന ഒരുത്തനെയാണ് ഞാൻ 3 വർഷം ഒരു തരി പോലും വെറുപ്പില്ലാതെ കൊണ്ട് നടന്നത്. നീ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറയുന്നത്, മനുഷ്യരുടെ സാധാരണ ജീവിതത്തിന് പ്രാക്ടിക്കൽ ആകുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരു ആശയമാണിത്. പക്ഷേ ഇതിന്റെ പേരാണ് ജീവൻ. ഇരുട്ട് വരുന്തോറും ഇതിന്റെ തേജസ് കൂടിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിലുള്ള ജീവന്റെ പ്രത്യേകത എന്താണ്? ഇരുട്ട് വരുമ്പോൾ ഇത് ഡിമ്മാവും. വെളിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും, തീർന്നു. യോഹന്നാൻ പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ജർമ്മൻകാരനായ ഒരു വാഴ്ത്തപ്പെട്ട ദൈവമനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഹെൻറി സൂസോ എന്നാണ്. ഹെൻറി സൂസോ അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. ഈ ജർമ്മൻ സന്യാസിയുടെ സന്യാസാശ്രമത്തിലേക്ക് അദ്ദേഹം കുറച്ച് പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു സ്ത്രീ, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീ, അങ്ങനെ പേരുള്ളൊരു സ്ത്രീ, ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വന്ന് കയറിയിട്ട് നേരെ വന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് ഈ കുട്ടിയെ വെച്ചു കൊടുത്തിട്ട് എല്ലാരും നിൽക്കുകയാണ്. ഈ സ്ത്രീ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, നിന്റെ പാപത്തിന്റെ സന്തതി നിന്റെ കയ്യിലിരിക്കട്ടെടാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ ഒന്നും വേണ്ട. ഇത്രയും നാള് ലോകരുടെ കണ്ണിൽ നല്ലവനായിട്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനെ കുറിച്ച് പെട്ടെന്ന് ആ നാട് മൊത്തം കാട്ടുതീ പോലെ വാർത്ത പടരുകയാണ്. ഇയാളൊരു കൊള്ളരുതാത്ത ആളായിരുന്നു, ഈ നാട്ടിലെ അങ്ങനെ എത്ര നല്ല പേരില്ലാത്തൊരു ചേച്ചി ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന് അവരുടെ ഒക്കത്തിരുന്ന കൊച്ചിനെ ഇയാളുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ പാവത്തിന്റെ സന്തതി നിന്റെ ഇരിക്കട്ടാ, നീ വളർത്തിക്കോടാന്ന് പറഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ ഇറങ്ങിപ്പോയി. നിങ്ങളെ ആലോചിച്ച് നോക്കൂ, ഒറ്റ മിനിറ്റ് കൊണ്ട് ജീവിതം മാറാം അല്ലേ? ഒറ്റ മിനിറ്റ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം അപ്സൈഡ് ഡൗൺ തകിടം മറിയാം അല്ലെ? ജീവിതം മാറാൻ 1 സെക്കൻഡ് പോരെ. ഇതേ വർത്താനം പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ ഒക്കത്തൊരു കൊച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? ഇരുളാണ്, വെളിയിൽ നിന്ന് വരുന്നത് ഇരുട്ടാണ്, ചതിയാണ്, ഫ്രോഡാണ്, നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഒരു മനുഷ്യന്റെ മാനാഭിമാനങ്ങളെ മുഴുവൻ മുച്ചൂട് തകർക്കുന്ന അനുഭവമാണ്. ഇരുട്ടാണേ. ഈ സമയത്ത് ഇത് പ്രകാശിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ സമയത്ത് വെളിച്ചം വരുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ജീവൻ എന്താന്ന് മനസ്സിലാവുന്നോ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിച്ചു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട ജീവിതം നയിച്ച സ്ത്രീ കൊണ്ടുവന്ന് ഒക്കത്ത് വെച്ച് തന്ന ഈ കൊച്ചിനെ കുറിച്ച് നാളെ പറയപ്പെടാനിടയുള്ള അപവാദങ്ങൾ, ഇയാളുടെ ജീവിതത്തിൽ ഇനി മരണം വരെ ഇയാൾ കേൾക്കാനിടയുള്ള കുറ്റപ്പെടുത്തലുകൾ, ഈ ഇരുട്ടിന് ഈ വെട്ടത്തെ കെടുത്താൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഈ കൊച്ചിനെയും കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. സഹസന്യാസികള്, സുപ്പീരിയർ അധികാരികൾ ആരും വിശ്വസിക്കുന്നില്ല, ഒറ്റ ആൾ പോലും വിശ്വസിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ വെറുതെ പറയുവോ? നമ്മുടെ നാട്ടില് പഴഞ്ചൊല്ലുകളുണ്ടല്ലോ, തീ ഇല്ലാതെ പുകയുണ്ടാവുമോ? അങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്നൊരു സമയത്ത് ഈ കൊച്ചിരുന്ന് വാവിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്യാസിയല്ലേ, കൊച്ചിനെ വളർത്തി വല്ല പരിചയമുണ്ടോ? ഈ കൊച്ചിനെയും കൊണ്ട് നേരെ ചാപ്പലിലേക്ക് പോയി. ഞാനൊരു മിത്ത് നിങ്ങളോട് പറയുകയല്ല,
വൈകുന്നേരം വരാൻ വേണ്ടി ഒരു വായിച്ച കഥ പറയില്ല. തിരുസഭയാകുന്ന ഈ തറവാട്ടിലെ ജീവിതങ്ങളെ കുറിച്ച് ഞാൻ പറയുകയാണ്. കൊച്ചിനെ കൊണ്ട് നേരെ ചാപ്പലിനകത്തേക്ക് കയറിയിട്ട് മുട്ടുകുത്തി ഒക്കത്തിരുന്ന് വാവിട്ട് കരയുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുരിശേ കിടക്കുന്ന കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഈ കുഞ്ഞുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്, പുലബന്ധം പോലും ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണെന്ന് നിനക്കറിയാം. പക്ഷെ ആരും വിശ്വസിക്കില്ല. 100 out of 100 എല്ലാവരും എനിക്കെതിരാണ്. എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിക്കുന്ന സമയത്ത് കുരിശേ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറഞ്ഞു. നീ എന്നെ ചെയ്തേ, നീ എന്താ ചെയ്തേ? അപ്പൊ പറഞ്ഞു, എന്റെ മൗനം ദേശത്തിന്റെ അധിപതിയെ നടുക്കിക്കളഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, റോമൻ കോടതിയിൽ ഒരാൾക്ക് ഡിഫെൻഡ് ചെയ്യാം. റോമൻ കോടതിയിൽ നിങ്ങൾ വിചാരണ നേരിടുമ്പോ നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഭരണാധികാരിക്ക് മനസ്സിൽ തോന്നിയാൽ നിങ്ങളെ വിടാം. പക്ഷെ നിങ്ങൾ പറയണം ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. ഡിഫെൻഡ് ചെയ്യണം. ഡിഫെൻഡ് ചെയ്താൽ വിടും. അപ്പൊ പീലാത്തോസ് ചിന്തിക്കുകയാണ്, ഇവൻ എന്താണ് ഡിഫെൻഡ് ചെയ്യാത്തത്? ഇത്രയും വചനത്തിൽ കിടപ്പുണ്ട്, ഇത്രയും കാര്യങ്ങൾ അവർ നിനക്കെതിരെ പറഞ്ഞിട്ടും നീ എന്താടാ മിണ്ടാത്തത്? പീലാത്തോസ് ചോദിക്കുകയാണ് ഈശോയോട്. ഈശോ ഒന്നും മിണ്ടിയില്ല. അപ്പൊ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവന്റെ മൗനം ദേശത്തിന്റെ അധിപതിയെ വിസ്മയിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറഞ്ഞു. നീ എന്നാ ചെയ്തേ? അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല. എന്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്നാ എന്നറിയാമോ? സുപ്പീരിയറോട് ചെന്ന് ചോദിച്ചു, ഇങ്ങനൊരു വിഷയം ഉണ്ടായി, കുട്ടിയെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെനിക്ക് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, ഇനിയിപ്പോ അതുകൊണ്ടൊന്നും പറയുന്നില്ല, ഞാൻ ഈ കൊച്ചിനെ വളർത്തി ഈ മൂലക്കെങ്ങാനും കഴിഞ്ഞോട്ടെ ചോദിച്ചു. ഇത്രയും നാളും സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് മേലധികാരി പറഞ്ഞു, നീ പൊതുവിലൊന്നും ഇറങ്ങി നടക്കുമെന്നും വേണ്ട, അവിടെ കാണും ഒരു ഡഞ്ചൻ, ഒരു ഗുഹ പോലൊരു സ്ഥലത്ത് അവിടെ ജീവിച്ചോളാൻ പറഞ്ഞു. 1-2 മാസങ്ങളല്ല, വർഷങ്ങള് ഈ കൊച്ചിനെ വളർത്തി അവിടെ കഴിഞ്ഞു. കുറെ നാളുകൾ, വർഷങ്ങൾ കഴിയുമ്പോ ഒരു വെല്ലുമിച്ച് വടിയെ കുത്തിക്കയറി വരികയാണ്. നേരെ സുപ്പീരിയറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചങ്കത്തടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാന് അന്ന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അതിന്റെ തള്ളയാ അന്ന് ഞാൻ കള്ളം പറഞ്ഞാന്ന് പറഞ്ഞു. കാരണം ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന്, പെട്ടെന്നുണ്ടായ ഒരു രോഗത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടപ്പോ ഈ കൊച്ചിനെ കൊണ്ട് കളയാൻ തോന്നാത്തത് കൊണ്ട് കൊള്ളാവുന്ന ഒരുത്തന്റെ കൈ വെച്ചു കൊടുത്താൽ വളർത്തിക്കോളുമല്ലോ എന്ന് ഓർത്ത് ഒരു കഥയുണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് തന്നാന്ന് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതവും മാപ്പും ഒക്കെ പറയുന്നവർക്ക് ഇത്രയും പറഞ്ഞാൽ അവരുടെ സമാധാനം തിരിച്ചു കിട്ടും. പക്ഷെ ഈ മനുഷ്യന് നഷ്ടപ്പെട്ടത് ഒരു ജന്മമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇരുളിൽ പ്രകാശിക്കുമോ? ഇരുളിൽ പ്രകാശിക്കുമോ? പ്രകാശിച്ചില്ലെങ്കിൽ ആ ജീവൻ നമ്മളിലേക്ക് വന്നിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഫേവറബിൾ ആയ എൻവയോൺമെന്റിൽ മാത്രമേ നമ്മുടെ സ്നേഹം പുറത്തു വരുത്തുള്ളെങ്കിൽ അതിന്റെ അർത്ഥം ആ ജീവൻ നമ്മളിൽ വന്നിട്ടില്ല. ഞാനൊരു റിഫ്ലക്ടർ. എന്നിൽ നിന്ന് വെളിച്ചമൊന്നുമില്ല. ഇങ്ങോട്ട് വെട്ടം അടിച്ചാൽ ഞാൻ കുറച്ച് വെട്ടം അങ്ങോട്ട് തരാം. ഇനി വായിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എനിക്ക് ഈ ഒരു വചനം എന്നെ സ്പർശിച്ചത് ഒരു പ്രത്യേക അനുഭവത്തിലാണ്. ഞാൻ ഒരു പ്രത്യേക വിഷയത്തിൽ വളരെയധികം മാനസിക വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം, അതികഠിനമായ മനോവേദന. നമുക്കറിയാലോ, ഇപ്പോ ഒരാളുടെ മാനസിക വേദന വേറൊരാളോട് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ നിസ്സാരമായിരിക്കും. ഓരോരുത്തരെയും ഭാരപ്പെടുത്തുന്ന ഓരോ വിഷയമാണ്. അപ്പൊ എന്നെ ഒരു പ്രത്യേക വിഷയം എന്നെ വളരെയധികം വിഷമിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ മനസ്സ് വല്ലാതെ ഉരുകി തകർന്ന് എനിക്ക് ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്ന സമയത്ത്, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, ഒന്നിനും പറ്റാത്തൊരു അസ്വസ്ഥതയിലായിരിക്കുന്ന സമയത്ത് അന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ, ദൈവം എന്തെങ്കിലും ഒരു സമാധാനം തായോ എന്ന് പറഞ്ഞ് വചനം തുറന്നപ്പോ അന്ന് എനിക്ക് കിട്ടിയത് ഈ വചനമാണ്.
അന്ന് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനകത്ത് ഇതിന്റെ അർത്ഥം ഇതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് വായിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. കേൾക്കണേ, ഇതങ്ങോട്ട് വായിക്കുകയും ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ബിലീവ് മീ, എൻ്റെ ജീവിതത്തില് എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ഒരു സമാധാനം ദൈവം ഇറങ്ങി വന്നിട്ട് നമ്മളെ ഇങ്ങനെ തോളെ തട്ടിട്ട് സാരില്ലടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം സമാധാനം വരുമോ അത്രയും ഒരു സമാധാനം ഈ ഒരു വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്ന് എനിക്ക് ഈ അർത്ഥം അറിയില്ല. അപ്പോഴാണ് ഞാനിത് വളരെ സീരിയസ് ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു തുടങ്ങിയത്. അറിയാത്തത് മറ്റുള്ളവരോട് ചോദിക്കാൻ തുടങ്ങിയത്. എന്താണ് ഇതിന്റെ അർത്ഥം? ശരിക്കും എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് വെളിവരേണ്ടത് ഈ ജീവനാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മിനിമം തലകുലുക്കെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതായത് നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത് ഈ ജീവനാണ്. ഈ ജീവൻ, എന്നിൽ നിന്ന് ഈ ജീവൻ പുറത്തു വരണം. നമുക്കൊരു ക്രൈസിസ് വരുമ്പോ, നമുക്കെതിരെ ഇരുട്ട് വരുമ്പോ, നമുക്കെതിരെ ആളുകൾ നിൽക്കുമ്പോൾ, നമ്മൾ കൂടെ നിൽക്കുന്നവർ നമ്മളെ പറ്റിക്കുമ്പോൾ, നമ്മളെ ആളുകൾ ചതിക്കുമ്പോൾ, നമ്മൾ മനസ്സിൽ ഓർക്കാത്ത കാര്യം പോലും ആളുകൾ പറയുമ്പോൾ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ ആരോപിക്കുമ്പോഴൊക്കെ അതെല്ലാം ദൈവം തരുന്ന എന്തിനെന്നറിയാമോ? ദൈവം തരുന്നത് ഈ ജീവൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. കുമ്പസാരിക്കുമ്പോൾ ചില ആളുകൾ വന്നിട്ട് കുമ്പസാരത്തില് സാധാരണ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ കുമ്പസാരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, പിന്നെ അച്ഛാ, എന്നെ അവൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ അവനെ ഒത്തിരി സഹായിച്ചതുകൊണ്ട് എനിക്ക് ഒത്തിരി വലിയ സങ്കടമായി. അപ്പൊ ഞാൻ അവനെ തിരിച്ച് 4 വാക്ക് പറഞ്ഞു. കണ്ടോ, നോക്കിയേ, കുമ്പസാരത്തിൽ പോലും ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയാണ്. അവൻ എന്ത് പറഞ്ഞാൽ, ഈ വചനം പറയുകയാണ്, അവൻ എന്ത് പറഞ്ഞാലും നിന്നിൽ നിന്ന് ജീവൻ മാത്രമേ പുറത്തു വരാൻ പറ്റൂ. കാരണം എന്താണ്? നീ ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഇരുട്ട് എവിടുന്നും വരട്ടെ, എങ്ങനെ വന്നാലും നിന്നിൽ നിന്ന് വെളിച്ചം മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു ദൈവത്തിന്റെ മകൻ മകൾ എന്ന നിലയിൽ, പ്രിയപ്പെട്ട മക്കളെ, നമുക്കിത് വാട്ടർ ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഒരു കലർപ്പും നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് ഈ ജീവൻ പുറത്തു വന്നേ പറ്റൂ. ഇത്രയും നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. ചക്കയും മാങ്ങയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് എന്ത് നേടി എന്നല്ല, അല്ലെ ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് എന്ത് ലാഭമുണ്ടായി എന്നല്ല, ക്രിസ്തുവിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് വിഷയം. നമുക്ക് പ്രാർത്ഥിച്ചു, നമ്മൾ ധ്യാനം കൂടി, വചനം കേട്ടു, പ്രാർത്ഥിച്ചു, ഓരോ ധ്യാന കേന്ദ്രങ്ങളും, ഓരോ ധ്യാന ഗുരുക്കന്മാരും, ഓരോ അച്ഛന്മാരും, ഓരോ സിസ്റ്റേഴ്സും പറഞ്ഞ എല്ലാം ചെയ്തു. നമുക്ക് ആ അനുഗ്രഹം കിട്ടി, ഈ അനുഗ്രഹം കിട്ടി. എന്നോട് ക്ഷമിക്കുക, റബ്ബിഷ്, ഫിറ്റ് ഫോർ ട്രാഷ്. അത്രയുള്ള എൻ്റെ വില. ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുമാത്രം ജീവൻ നിനക്കുണ്ടായി? 25 വർഷമായിട്ട് പള്ളിയിൽ പോകുന്നു, 50 വർഷമായിട്ട് പള്ളിയിൽ പോകുന്നു, 5 തലമുറയായിട്ട് പിന്നെ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നു, അനേക വർഷമായിട്ട് ധ്യാനം നടത്തുന്നു. ഫൈൻ, നല്ല കാര്യം. എന്തുമാത്രം ജീവൻ ഉണ്ടായി നിന്നിൽ നിന്ന്? എന്തുമാത്രം ലൈഫ് ഉണ്ട് നിനക്ക്? ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഇനി നിങ്ങൾ ബൈബിളിൽ എവിടെ ജീവൻ എന്ന് വായിച്ചാലും അതിന്റെ അർത്ഥം ഇതാണ്, ജീവൻ. അപ്പോ ഉടനെ നിങ്ങളുടെ തലേ വരണം, എന്താണ്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് എന്തുണ്ട്? ജീവൻ. അപ്പൊ എന്തിനാ കുർബാന സ്വീകരിക്കുന്നേ? കുർബാന സ്വീകരിക്കുന്നത് ഈ ജീവൻ വെളിപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് എ ലോങ് പ്രോസസ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു 3 ദിവസത്തെ ധ്യാനം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു വലിയ യാത്രയാണത്. സുവിശേഷം എന്താണെന്ന് ഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ ജീവൻ എങ്ങനെ വരും, എന്നിൽ ഈ ജീവൻ എങ്ങനെ വരും? അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്ത വിഷയത്തിലെ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. ജീവൻ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ?
പിടികിട്ടിയോ? ജീവൻ എന്താന്ന് മനസ്സിലായോ? ഇരുളിൽ പ്രകാശിക്കുന്ന ജീവനാണത്. സിറ്റുവേഷൻ എന്തോ ആവട്ടെ, ആളുകളുടെ പ്രതികരണം എന്തോ ആവട്ടെ, അവിടുന്ന് വരുന്ന എന്തോ ആവട്ടെ, നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത് ജീവനാണ്. ആ ജീവൻ എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇനി അടുത്ത ചോദ്യം, ഈ ജീവൻ എങ്ങനെ കിട്ടും? അപ്പൊ അതിന് നമുക്ക് അനേക കാര്യങ്ങളുണ്ട്. ജീവനെ കുറിച്ച് പറയുമ്പോൾ അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു വാക്യം, നമ്മൾ നാളെയൊക്കെ ദൈവം അനുവദിച്ചാൽ ഇത് എടുക്കാം. 6-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വാക്യം. അതൊരു കീ ടെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്ന വിഷയത്തിൽ. ജോൺ 6:63, യോഹന്നാൻ 6:63. വചനം എങ്ങനെയാണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞേ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. It is the spirit who imparts life. It's the spirit who gives life. The flesh profits nothing. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിരുത്തി എൻ്റെ കൂടെ വരാമെങ്കിൽ നമുക്ക് ഈ വചനം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ആൻഡ് ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ആൻഡ് ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ഹൃദയത്തിനകത്ത് എഴുതണം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്താണ് അർത്ഥം? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്താ അർത്ഥം? വ്യാപകമായ അർത്ഥതലങ്ങൾ അതിനുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ഏറ്റവും ലളിതമായ ഭാഷയിൽ നമുക്കത് മനസ്സിലാക്കാൻ കർത്താവ് സഹായിക്കും. എന്താണെന്നറിയാമോ? അതായത് ഈ ജീവൻ നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തോരം തലകുത്തി മറിഞ്ഞാലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ഈ ശരീരത്തിൽ നിന്നോ ഈ മനസ്സിൽ നിന്നോ ഈ ജീവൻ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെന്നറിയാവോ? ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? എന്നിൽ നിന്ന് ജീവൻ പുറത്തു വരണം. അപ്പൊ ഇന്ന് ഈ വചനം കേട്ടു. വചനം കേട്ടിട്ട് നിങ്ങൾ ഇന്ന് ഇത് കഴിയുമ്പോൾ രാത്രിയിൽ നിങ്ങൾ തീരുമാനിച്ച എന്താണ്? എന്നിൽ നിന്ന് ഇനി ജീവനെ പുറത്തു വരൂ. തീരുമാനം എടുത്തു. ആരുടെ തീരുമാനം എടുത്തത്? ഈ ശരീരം വെച്ച്, ഈ മനസ്സ് വെച്ച് ഞാൻ ഈ തീരുമാനം എടുത്തു. എന്നിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ, അല്ലെ വീട്ടിൽ തന്നെ ആണല്ലോ, നേരെ ഇതെല്ലാം TV ഇതെല്ലാം ഓഫ് ചെയ്തിട്ട്, കമ്പ്യൂട്ടറെല്ലാം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഭാര്യ നല്ല ഒരു വർത്താനം പറയും, അല്ലെ ഭർത്താവ് നല്ലൊരു വർത്താനം പറയുന്നു, പിള്ളേര് ഒരു ചെവിത്തേട് സ്വഭാവമായിട്ട് വരുന്നു. ഉടനെ നമ്മൾ ചിന്തിക്കുകയാണ്, നോ 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 നോ, ഇരുട്ട് എത്ര വന്നാലും എന്നിൽ നിന്ന് എന്തേ പുറത്തു വരാവൂ? വെളിച്ചം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് പറ്റാവുന്ന ഒരു അപകടമാണ് ഞാൻ പറയുന്നത്. എന്നിൽ നിന്ന് വെളിച്ചേ വരാവൂ. കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞത്, യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞത്. ജീവൻ എന്നിൽ നിന്ന്, ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്നിൽ നിന്ന് ജീവനെ പുറത്തു വരാവൂ. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഭർത്താവ് എന്തോ ഇഷ്ടപ്പെടാത്ത പറഞ്ഞു, നല്ല ചൊറിയുന്നൊരു വർത്താനം പറഞ്ഞു, ഭാര്യ ഒരു ചൊറിയുന്ന വർത്താനം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും മിണ്ടിയില്ല. എന്നിൽ നിന്ന് ജീവനെ വരൂ. ശ്രദ്ധിക്കണേ. ഭാര്യ 2-3 കാര്യം പറഞ്ഞു, ഭർത്താവ് 2-3 കാര്യം പറഞ്ഞു, അവർ പോയി. അടുത്ത ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, എന്നിൽ നിന്ന് ജീവനെ പുറത്തു വരാവൂ. ഓഫീസിൽ ഇരുന്നപ്പോൾ ഒരാൾ എന്തോ പറഞ്ഞു, നമ്മൾ ഉടനെ തീരുമാനിച്ചു, നോ, എന്നിൽ നിന്ന് ജീവൻ വരണം. എന്താ പ്രശ്നം എന്നറിയാമോ? ഒരു 2-3 സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. നല്ലപോലെ ഒരുത്തം മാന്തുമ്പോ ഈ ഒറിജിനൽ പുറത്തു വരും. എന്നിട്ട് ഭാര്യയോട് അന്ന് രാത്രി പറയും, 5-6 തവണ ഞാൻ ഒന്നും പറയാതെ പിടിച്ചു നിന്നാണ്, ഇനി ഞാൻ അടിച്ച് ശരിയാക്കളയെന്ന് പറയും. നിന്നോട് ഞാൻ പലതവണ ക്ഷമിച്ചാന്ന് പറയും. എന്തെന്നറിയാമോ? നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആർട്ടിഫിഷ്യലായിട്ട് ഈ ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വെച്ചാൽ, കേട്ടെ, വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ശരീരം കൊണ്ട്, ഇപ്പൊ എന്നെ കാണാവോ, എന്റെ ഈ ശരീരം കൊണ്ട്, ഇതിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ കൊണ്ട്, ഇതിന്റെ ജനറ്റിക്കൽ സിസ്റ്റം കൊണ്ട്, ഈ ഞാൻ ഏത് അപ്പനിൽ നിന്നാണ് ഏത് അമ്മയിൽ നിന്നാണ് ജനിച്ചത്, എൻ്റെ ആ ഹെറിഡിറ്റി കൊണ്ട്, അല്ലെ ഞാൻ വളർന്നു വന്ന എൻവയോൺമെന്റ് കൊണ്ട് രൂപപ്പെട്ട ഈ ശരീരത്തിൽ നിന്ന്
എന്റെ ഫോം ചെയ്യപ്പെട്ട മനസ്സിൽ നിന്ന് ഈ ജീവൻ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പിടി കിട്ടിയോ? അഭിനയിക്കാം, 2-3 തവണ അഭിനയിക്കാം, 4-ാമത്തെ തവണ പൊട്ടും. അപ്പൊ കർത്താവ് പറയാണ്, അപ്പൊ അയ്യോ കർത്താവ്, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കർത്താവ് പറയാണ്, ആത്മാവ് ഈ ജീവൻ തരണം. അപ്പൊ നമുക്ക് ആത്മാവിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? എന്തിനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത്? ഈ ജീവൻ വെളി വരണമെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഹു ഗിവ്സ് ലൈഫ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ശരീരം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവന് വേണ്ടി ഒരു അന്വേഷണം നടത്താം. നമുക്ക് ഈ ജീവൻ വേണോ? നിങ്ങൾക്ക് ജീവനെ കുറിച്ച് ഒരു ദാഹമൊക്കെ വന്നോ? ഈ ജീവൻ വേണോ? ഈ ജീവൻ നമ്മളിൽ വെളിപ്പെട്ടു വന്നാൽ ലോകത്ത് ഒരു മനുഷ്യനും, ഒരു ശക്തിക്കും, ഒരു കൊറോണയ്ക്കും, ഒരു സാഹചര്യത്തിനും നമ്മളെ അസ്വസ്ഥരാക്കാൻ പറ്റില്ല. ഈ ജീവൻ വരണം. ഈ ജീവൻ വന്നാൽ will be totally on a different plane. You are on another level. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞാനൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയും, ഇങ്ങനെ ഒരു ജീവൻ നമ്മളിൽ വന്നാൽ, റോമർ 8:31 മുതൽ, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. കേൾക്കണേ, എന്താ പറയുന്നത് അറിയാവോ? പൗലോസ്ലീഹായ്ക്ക് നല്ല സഹനം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആരോ നല്ല പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തൊരു വേദന അദ്ദേഹം നിൽക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം പറയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സ്വന്തം പുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കുമോ? ദൈവം ഇത് ദാനമായിട്ട് തരാതിരിക്കുമോ? എല്ലാം പുത്രനെ തന്നില്ലേ, ദൈവം എല്ലാം തരാതിരിക്കുമോ? ദൈവം എൻ്റെ കൂടെ നിൽക്കില്ലേ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? ആരാണ് എന്നെ കുറിച്ച് ഒരു അഭിപ്രായം, ഞാൻ നല്ലതാണോ മോശമാണെന്ന് പറയേണ്ടത്? എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തുവാണത് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് പറയേണ്ടത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അപ്പോ ഈ ജീവൻ നമ്മളിൽ വെളിപ്പെട്ടു വന്നാൽ, ഈ ജീവന്റെ ഒരു വ്യാപാരം നമ്മളിൽ നടന്നാൽ, ഈ ജീവൻ നമ്മളിൽ ചലിച്ചാൽ നമ്മൾ വേറൊരു തലത്തിലാവും. ഒന്നിനും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റാതെ വരുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അയ്യോ മടുത്തോ? അപ്പോ ഇത് ശരിക്കും നമ്മൾ ഇച്ചിരി നല്ല ശ്രദ്ധ, വേദപുസ്തകമൊക്കെ ആയിട്ടിരുന്ന്, നോട്ട്ബുക്കൊക്കെ ആയിട്ടിരുന്ന് അത്രയും നല്ല ശ്രദ്ധ തരണം, എങ്കിലേ, അല്ലെങ്കിൽ ഇത് ദഹിക്കത്തില്ല. അപ്പോ നമുക്ക് പക്ഷെ ഈ വചനം മനസ്സിലാക്കുമ്പോൾ, വചനമല്ലേ അത് നല്ലതുപോലെ നമ്മളിൽ ഇടപെടും, നമുക്ക് മൊത്തത്തിലൊരു വെളിച്ചം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു പാട്ട് പാടി കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ഈ കാര്യങ്ങളെല്ലാം ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവാൻ, വചനം കേൾക്കുമ്പോൾ അതുണ്ടാവും. ഈ 3 ദിവസങ്ങളിൽ ആത്മാവിന്റെ ഒരു വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ജീവൻ നമുക്ക് കിട്ടണം. കുറച്ചെങ്കിലും ഈ ജീവനിൽ നമ്മൾ വളരണം. പിന്നെ അത് പതുക്കെ അതിങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നതല്ല, അതിൽ നമ്മൾ വളരും. ആ ജീവനിലാണ് നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ജീവനിലുള്ള വളർച്ചയാണ്. ഇതാണ് ആത്മീയ ജീവൻ, സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ലോകം പെരുമാറുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പെരുമാറ്റ ശൈലിയിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങും. കാര്യങ്ങളെ നമ്മൾ വേറൊരു ലെവലിൽ കാണാൻ തുടങ്ങും. അപ്പൊ അതിന് ഈ ജീവൻ നമ്മളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ കൊയർ ഒരു പാട്ട് പാടും. കർത്താവ്
വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ തരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മുടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നീ ദുഃഖങ്ങൾ നിസാരമാ 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 നീറും ദുഃഖങ്ങൾ നിസാരമാ. വന്ദനം വരും നാളു വരുന്നു നിന്നരത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു നിന്നരത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ. നിന്നരത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ. നിന്നരത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ. സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞെ ഒപ്പമില്ലയോ? സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞെ ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? നിസാരമാ നിസാരമാ നീറും ദുഃഖങ്ങൾ നിസാരമാ നിസാരമാ
നിസ്സാരമാ നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ. കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് നിറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നല്ല ആഗ്രഹം വരണം. ബാക്കി എല്ലാ ഭൗതിക വിഷയത്തെക്കാളും അധികം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ജീവൻ നമ്മളിൽ നിറയാനാണ്. മനുഷ്യരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ഒരുതരം സന്യാസിമാരെ പോലെ ആയി പോവുകയും നമുക്ക് ജീവിതത്തിലെ ഭൗതികമായ നമ്മുടെ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോവുകയും നമ്മൾ എന്നും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഒക്കെ കിടക്കുകയും അതൊക്കെ അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർ ആത്മീയതയെ ഭയപ്പെടുന്നത്. ഇപ്പൊ മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ലിമിറ്റ് മതി എന്ന് പലരും പറയും. ഇത് കൂടുതലൊന്നും ഭക്തിയൊന്നും വേണ്ട എന്നൊക്കെ നമ്മുടെയൊക്കെ കാർന്നവന്മാര് പറയും. ഇത് ഒരുപാടങ്ങ് ഭക്തരൊന്നും ആവണ്ട, കാരണം ഒരുപാട് ഭക്തരായാൽ എന്തോ വലിയ അപായം സംഭവിക്കും എന്ന ഒരു നുണ പിശാച് വിതച്ചിട്ടുണ്ട്. ഇതൊന്ന് പരാമർശിച്ചിട്ട് മുന്നോട്ട് പോവാം. കാരണം ഈ ജീവനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ അത് സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതൊക്കെ നമ്മൾ സാധാരണ കുടുംബസ്ഥരായ ആളുകൾ കേട്ടിട്ട് അതൊക്കെ ജീവിക്കാൻ നോക്കിയാൽ നമുക്ക് പിന്നെ എല്ലാ കാലത്തും കഷ്ടപ്പാടും കണ്ണുനീരും രോഗവും അസുഖവും സഹനവും ഒക്കെ ആയിരിക്കും, നമ്മൾ അൽഫോൻസാമയെ പോലെ ആയിപ്പോവും എന്നൊക്കെ ഒരു ചിന്ത ആളുകളുടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം പലരും അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ ഒരു മിനിമത്തിലൊക്കെ പോയാൽ മതി എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ തിരുത്തേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്നത് എന്താണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത് എന്നതറിയാൻ എന്താ വഴി? നമ്മളെ ആകുലപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാനുള്ള വഴി നമ്മുടെ തലയിൽ കൂടെ വരുന്ന വിഷയങ്ങൾ എന്താണെന്ന് ചിന്തിച്ചാൽ മതി. എന്തിനെ കുറിച്ചാണോ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ആധി. എന്താണോ നമ്മുടെ കൂടെ മനസ്സിൽ വന്ന് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ ഗൗരവമായി, ഞാൻ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ സഹോദരന്മാരോട് പറയുന്നത് ഒരു പുറത്തുള്ള ഒരാളെ പോലെ പറയുകയല്ല, ഞാനും നിങ്ങളും കൂടെ ആലോചിച്ച് നോക്കണം, എന്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ആദിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ, അല്ലെ എന്തിന് നമ്മൾ ഒബ്സസ്ഡ് ആയിരിക്കുന്നത് എന്തിനാലാണ്? എനിക്ക് കുറച്ചുകൂടെ ക്ഷമ വേണമെന്ന വിഷയത്തിൽ ആർക്കെങ്കിലും ആകുലതയുണ്ടോ? എനിക്ക് കുറച്ചുകൂടെ എളിമ വേണം, ഈ വിഷയത്തിൽ വല്ലവരും ആകുലപ്പെടുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ സ്നേഹമുള്ള ഒരാളായിട്ട് മാറണം. 10 വർഷം മുമ്പ് എന്നെ കണ്ട ഒരാൾ പറയണം, ഇയാൾ കുറച്ചുകൂടെ സ്നേഹമുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ എനിക്ക് വല്ല ആകുലതയുണ്ടോ? എനിക്ക് കുറച്ചുകൂടെ കർത്താവേ നിന്നെ കുറിച്ച് അറിയണം, ഈ വിഷയത്തിൽ വല്ലവരും ആകുലപ്പെടുന്നുണ്ടോ? എനിക്ക് കുറച്ചുകൂടെ കർത്താവ് എൻ്റെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം, ആഗ്രഹങ്ങളെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഈ വിഷയത്തിൽ വല്ലവരും ആകുലപ്പെടുന്നുണ്ടോ? സത്യത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാനും നിങ്ങളും വി ആർ ഓൺ ദ സെയിം ബോട്ട്. നമ്മൾ എല്ലാം ഒരേ വഞ്ചിയിലാണ്, ഒരേ കടലിലൂടെ അപകടകരമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെ ശരിക്കും ആകുലപ്പെടുത്തുന്നത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഇപ്പൊ എന്നെയാണെങ്കിൽ ആകുലപ്പെടുത്താൻ സാധ്യതയുള്ളത് എൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ, അനുദിന കാര്യങ്ങൾ, ജോലി, ഉത്തരവാദിത്തങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മുടെ തലയ്ക്കകത്ത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വരേണ്ട ഏറ്റവും വലിയ ചിന്ത, എനിക്ക് കർത്താവെ നിന്നെപ്പോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരാധിയാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞത് അത് വരാത്തത് എന്തുകൊണ്ടാണ്? അതിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നിരിക്കുകയാണ്, നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മൾ ഇനി കുരിശേ കയറേണ്ടി വരുമായിരിക്കും. നമ്മളെ എല്ലാവരും കൂടെ കുരിശൊക്കെ തറച്ച് കൊല്ലുമായിരിക്കും, നമ്മളെല്ലാം കൂടെ വലിയ സഹനത്തിലൂടെ പോകുമായിരിക്കും. എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട മക്കളെ, വലിയ ഒരു തെറ്റിദ്ധാരണയാണിത്. അതായത് നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ നേടാൻ വേണ്ടി ആഗ്രഹിച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു എന്ന് തോന്നാൻ ഇടവരുത്താത്ത വിധം നിങ്ങളെ ദൈവം സംതൃപ്തരാക്കി മാറ്റിയിരിക്കും. നിങ്ങൾക്കൊന്നും പോയി എന്ന് തോന്നില്ല. ഈ മന്ന പറക്കിയ പഴയ നിയമ മനുഷ്യരുടെ ഉദാഹരണം ഉണ്ട് ബൈബിളിൽ.
അപ്പൊ ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് 5 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റ് രാവിലെ പോയി പറക്കും. എന്നിട്ട് കുറച്ച് കൂടുതലും പറക്കും. കാരണം ഇനി എല്ലാവരോടും ഒന്ന് പറക്കി കഴിയുമ്പോൾ എല്ലാ ആർത്തി പണ്ടാരങ്ങളാണ്. ഇനി എല്ലാവരുടെ പറക്കി കഴിയുമ്പോൾ ഇത് തികയോന്ന് ഓർത്ത് നേരത്തെ പോയി പറക്കുന്നതാണ്. പക്ഷെ അവസാനം എല്ലാം കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ കൂടുതൽ ശേഖരിച്ചവന് ഒട്ടും കൂടുതലും ഇല്ല, കുറച്ച് ശേഖരിച്ചവന് ഒട്ടും കുറവുമില്ല. അധികം ശേഖരിച്ചവന് മിച്ചവും ഇല്ല, കുറവ് ശേഖരിച്ചവന് നഷ്ടവും ഇല്ല. ഇതാണ് ദൈവത്തിന്റെ കണക്ക്. അപ്പൊ നമ്മള് ഈ ദൈവിക ജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണ കളയണം. നിങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നില്ല. At the end, in the final analysis, in the ultimate analysis, we lose nothing, but we gain a lot. ആണ് പൗലോസ് പറയുന്നത്, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. കാരണം എനിക്ക് വലിയൊരു നേട്ടം, ഒരു കിരീടം എന്നെ കാത്തിരിക്കുകയാണ്. അവനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, നിങ്ങൾക്ക് ഒന്നിന്റെ കുറവ് വരില്ല, ഒന്നിന്റെ കുറവ് വരില്ല. ദൈവത്തിന്റെ ഒരു വിശ്വസ്തത അതിഭയങ്കരമായ വിശ്വസ്തതയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ദൈവത്തിന്റെ വിശ്വസ്തത. മനസ്സിലായോ? അതായത് വെറുതെ നമ്മളിരുന്ന്, എന്നോട് എപ്പോഴും എൻ്റെ ഉള്ളിൽ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, നീ ഒരു ഭൗതിക വിഷയത്തെക്കുറിച്ച് ആകുലപ്പെടരുത്, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, പേയ്മെന്റിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട, പൈസ കൊടുക്കാനുള്ള കാര്യമൊന്നും നീ ചിന്തിക്കണ്ട. നീ ഇരുന്ന് ബൈബിള് വായിച്ച്, നീ ഇരുന്ന് പഠിച്ച്, നീ ഇരുന്ന് പ്രാർത്ഥിച്ച് അനങ്ങാതെ ഇവിടെ ഇരുന്നോണം. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. പബ്ലിക്കിലേക്ക് പോകുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ കുഞ്ഞു കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ ഒരു കരുതൽ നമ്മൾ കാണും. കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മള് ഈ ജീവൻ തേടാൻ നിങ്ങൾ തുടങ്ങിയാൽ, ബിലീവ് മീ, ടേക്ക് ഇറ്റ് ഫ്രം മീ, ദൈവത്തിന്റെ ജീവൻ, കർത്താവേ എനിക്ക് നിന്നെ പോലെ ആവണം. കർത്താവേ, യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ഒരിക്കൽ നാം അവനെ പോലെ ആകും. യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയും ലേഖനത്തിൽ, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടി വരും, അവനെ പോലെ ആവും. കർത്താവ് എനിക്ക് നിന്നെ പോലെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്. നിങ്ങളുടെ മനസ്സിൽ പിശാചൊരു നുണ കൊണ്ടുവന്ന് വിതയ്ക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെടുവിടാ, കൊച്ചുങ്ങളുടെ ഭാവിയൊക്കെ നശിച്ചു പോവും, നിങ്ങൾക്ക് വേണ്ടത്ര സാമ്പത്തിക നേട്ടം ഉണ്ടാവില്ല. നുണയാണത്, അത് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ആരുടെയും മുമ്പിൽ നാണം കെടാതെ നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എന്നിട്ട് വചനം പറയുന്നുണ്ട്, സക്കറിയ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, അവർ ഒരിക്കൽ അത് കണ്ടിട്ട് യഹൂദന്റെ അങ്കിയിൽ പിടിച്ചിട്ട് അവർ പറയും, ദൈവം നിന്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിന്റെ കൂടെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ജീവന് വേണ്ടി ആഗ്രഹിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയും വരരുത്. ഈ ആഗ്രഹം നിങ്ങൾക്ക് വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വന്നില്ലെങ്കിൽ നാളത്തെ മീറ്റിങ്ങിന് നിങ്ങൾ സൂം മീറ്റിങ്ങിന് വരണ്ട. നിങ്ങൾ വേറെ എന്തെങ്കിലും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്ന പ്രാർത്ഥന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തപ്പിപ്പോക്കണം. ഈ ജീവൻ വെളിപ്പെടാൻ നമുക്ക്, അതായത് ഒരു 10 പേര് കർത്താവിന്റെ സ്വഭാവമുള്ളവര് UAE ഉണ്ടായാൽ അവിടുത്തെ അന്തരീക്ഷം മാറും. 10 പേര് കർത്താവിന്റെ സ്വഭാവമാണ്. ക്രിസ്ത്യാനിയെ നമ്പാൻ കൊള്ളാവോ? ക്രിസ്ത്യാനിയുടെ കൂടെ നിൽക്കാൻ കൊള്ളാവോ? മറ്റുള്ളവർ എന്ത് പറയും നമ്മളെക്കുറിച്ച്? മറ്റുള്ളവർ പറയുമോ, ദേ അവിടെ ആ ധ്യാന കേന്ദ്രത്തിൽ ഒരു അച്ഛൻ താമസിക്കുന്നുണ്ട്, നമ്പാൻ കൊള്ളത്തില്ല എന്ന് പറയുവോ? നമ്മളെ ട്രസ്റ്റ് ചെയ്യാവോ? നമ്മളുമായിട്ട് ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്ക് ഭയം തോന്നുമോ? അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങോട്ട് ആഗ്രഹിക്കണം. എനിക്ക് കുറച്ചുകൂടെ കർത്താവായിട്ട്, മൈക്കൽ ആഞ്ചലോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കല്ലെടുത്തിട്ട് അതിങ്ങനെ ചിസൽ ചെയ്ത് ചെത്തി അതിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയ ഒരു മാലാഖ വിളി വന്നു. അപ്പൊ ഇത് കണ്ട ഒരു ആസ്വാദകൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൈക്കൽ ആഞ്ചലോ, എങ്ങനെയാണ് ഈ കല്ലിനകത്ത് നിന്ന്, ഈ ഇത്രയും കാണാൻ കൊള്ളാത്ത കല്ലിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു മാലാഖ വന്നത് എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഈ കല്ലെടുത്ത് നോക്കുമ്പോൾ ഈ കല്ലിനകത്ത് നിങ്ങളാരും കാണാത്ത ഒരു മാലാഖയെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ആ കല്ലിൽ നിന്ന്
ആ മാലാഖ അല്ലാത്തതെല്ലാം ചെത്തിക്കളഞ്ഞു. ഞാൻ ആ കല്ലിൽ നിന്ന് മാലാഖ അല്ലാത്തതെല്ലാം ചെത്തിക്കളഞ്ഞു. ഇതാണ് ആത്മീയ ജീവിതം. നമ്മൾ വചനം തുറന്ന് വായിക്കുമ്പോൾ നമ്മളൊരു മാലാഖയെക്കാളും തേജസ്സുള്ള കർത്താവിനെ കാണുകയാണ്. എന്നിട്ട് നമ്മളെ നോക്കുകയാണ്. നമ്മളെ നോക്കുമ്പോൾ അവനുമായിട്ട് ഒരു പൊരുത്തമില്ല. ഒരു പൊരുത്തമില്ലാത്ത നമ്മളെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, നമ്മളിൽ ഈ കർത്താവല്ലാത്തതെല്ലാം ചെത്തിക്കളയണം. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ മനുഷ്യർ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണരുത്, അവർ കർത്താവിനെ കാണണം. അതാണ് താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ശിഷ്യന്മാർ കണ്ണുകളെ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ അവരെല്ലാം കർത്താവിനെ കാണണം. കർത്താവിന്റെ സ്വഭാവം അതിലേക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ജീവൻ നമ്മളിൽ സംഭവിക്കാൻ നമ്മൾ നന്നായി ആഗ്രഹിക്കണം. ഞാൻ ഇത് പറയുന്നത് അതിനു വേണ്ടി ആഗ്രഹിക്കണം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നമ്മൾ കാണുന്നത് അതാണ്. ഇനി ഒന്ന് രണ്ട് ആമുഖ സൂചനകളൂടെ പറയാനുള്ള സമയമുള്ളൂ ഇനി. അപ്പൊ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ ആ ജീവൻ കിട്ടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു യോഹന്നാൻ 6:63. എന്താ പറഞ്ഞേ? യോഹന്നാൻ 6:63 പോയി. സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ആൻഡ് ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. ഈ ജീവൻ എങ്ങനെ വെളിപ്പെടും? ഈ ജീവൻ വെളിപ്പെടുന്നത് ആത്മാവിലൂടെ മാത്രമാണ്, പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചിന്തകൾ വേഗം പങ്കുവെക്കുകയാണ്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു വചനഭാഗം ഞാൻ വായിക്കാം. ന്യായാധിപന്മാർ 14-ാം അധ്യായം 5-ാമത്തെ വാക്യം, 5ഉം 6ഉം വാക്യങ്ങൾ. ന്യായാധിപന്മാർ, ജഡ്ജസ് 14:5-6. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറിക്കൊണ്ടുവന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്ന മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ തിമ്നായിൽ എത്തി. തിമ്നായിൽ എത്തിയപ്പോ സാംസന്റെ പക്കലേക്ക് ഒരു സിംഹം എവിടെ നിന്ന് ചാടി വന്നു? പറയാവോ? ചുണ്ടനയ്ക്കാ മതി. എവിടുന്നാ ചാടി വന്നേ? മുന്തിരിത്തോപ്പിൽ നിന്ന്. സിംഹം സാധാരണ കാണപ്പെടുന്നത് നിബിഡ വനങ്ങളിലാണ്. ചെറിയ ചെറിയ കുറ്റിക്കാട്ടിലൊന്നും സിംഹം പതിയിരിക്കില്ല. വലിയ വനത്തിനകത്താണ്. കാരണം സിംഹം അതൊക്കെ അത്രയും വലിയ ഭീകര ജീവികളായതുകൊണ്ട് അതൊന്നും ഈ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ സിംഹം വന്ന് താമസിക്കുന്നില്ലല്ലോ. അതൊക്കെ വനത്തിലാണ്. ഇവിടെ സിംഹം പതിയിരിക്കുന്നത് മുന്തിരിത്തോപ്പിലാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുക്കുക എന്നതിനപ്പുറത്ത് ഇതിനൊക്കെ ഒരു പ്രതീകാത്മകമായ അർത്ഥം കൂടിയുണ്ട്. മുന്തിരിത്തോപ്പിലാണ് സിംഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞാൽ that is the least expected place for a lion. See, we don't expect a lion in a മുന്തിരിത്തോപ്പ്. ഓക്കെ, മുന്തിരിത്തോപ്പിൽ നമ്മൾ സിംഹത്തെ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടോ? മുന്തിരിത്തോപ്പിൽ മുന്തിരിങ്ങയും പിന്നെ അവിടെ പണിയാൻ വരുന്ന ചേട്ടന്മാരും അവരെയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. സിംഹം ഒന്നും മുന്തിരിത്തോപ്പിലില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് സിംഹം ചാടി വരുന്നത്. അതങ്ങനല്ലേ? നമുക്ക് ഏറ്റവും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് ഈ ഇരുട്ട് വരുന്നത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് വേദന വരുമ്പോഴാണ്. ശരിയല്ലേ? അത് മുന്തിരിത്തോപ്പിൽ നിന്ന് ചാടി വരുന്ന സിംഹമാണ്. അങ്ങനെ ചാടി വരുന്ന സമയത്ത് അവന്റെ നേരെ സിംഹം അലറിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഈ സമയത്ത് സംഭവിക്കുന്നത്, പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ ആവസിച്ചു. സിംഹത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ഞാൻ സിംഹത്തെ ഈ കാഴ്ചബംഗ്ലാവിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളും അത്രേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ചിലരൊക്കെ ചില സിംഹങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഈ സിംഹത്തെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട പരിചയമുള്ളൂ. സിംഹത്തെ ഒന്നും വളർത്തി പരിചയമില്ല. എങ്കിലും ഇത് സത്യമാണെന്നാണ് എൻ്റെ വിചാരം. സിംഹം, കഴുകൻ പോലെയുള്ള ജീവികളുടെ പ്രത്യേകത അത് വളരെ വേഗതയുള്ള ജീവികളാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് ഒക്കെ വളരെ സാവധാനത്തില്ല. സിംഹം ഇങ്ങനെ ആടി തൂങ്ങിയും
കുഴഞ്ഞും മറിഞ്ഞു ഒന്നും വരുന്ന ജീവി, അതൊക്കെ ഒരടിയൊക്കെ തന്നാൽ അത് പെട്ടെന്നാണ്, ഫാസ്റ്റാണ്, സ്വിഫ്റ്റ് ആണ്, സ്വിഫ്റ്റ്. അത്രയും സ്വിഫ്റ്റ് ആയ മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ സിംഹം വന്നപ്പോ ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവത്തിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോട് ആവസിച്ചു. ഒരു 2 മിനിറ്റ് ആത്മാവ് ആവസിക്കാൻ വൈകിയാൽ സാംസൺ തീർന്നു. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സിംഹം വരുന്നത് വേഗതയിലാണെങ്കിൽ സിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ സാംസന് കീറിക്കളയാൻ പറ്റണമെങ്കിൽ ആത്മാവ് അതിനേക്കാൾ വേഗത്തിൽ ഇവനിൽ മൂവ് ചെയ്യണം. വേണ്ടേ? ആത്മാവ് അതിനേക്കാൾ സ്വിഫ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ആത്മാവിന്റെ പ്രവർത്തനം അതിനേക്കാൾ സ്പീഡിൽ നടന്നാലേ സിംഹത്തെ വരുമ്പോ പെട്ടെന്ന് സിംഹമാണെന്ന് മനസ്സിലായി 1 സെക്കൻഡേ ഉള്ളൂ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയാൻ പറ്റും. അപ്പൊ ഈ മൂവ്മെന്റ്, ജീവന്റെ മൂവ്മെന്റ് വേഗം നടക്കണം. ആലോചിച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ അയാളോട് അങ്ങനെ പെരുമാറണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും നീ മരിച്ചു കഴിഞ്ഞു. ആ വേലക്കാരിയോട് അങ്ങനെ പെരുമാറണ്ടായിരുന്നു, ചേട്ടനോട് അങ്ങനെ പറയണ്ടായിരുന്നു, അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് 10 ദിവസം കഴിഞ്ഞ് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. ഇത് സ്വിഫ്റ്റ് ആയിട്ട് നടക്കണം, പെട്ടെന്ന് നടക്കണം. ആത്മാവിന്റെ പ്രവർത്തനം എപ്പോഴും അങ്ങനെയാണ്, വേഗം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. അപ്പൊ അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഇപ്പോ ആദ്യത്തെ ദിവസം പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് യോഹന്നാൻ പിന്നീട് ഈ സുവിശേഷം പൂർത്തിയാക്കുമ്പോ അദ്ദേഹം പറയും, ഞാൻ ഈ യേശുവിനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ എഴുതിയത് എന്തിനാണ്? ഞാൻ ഇതെല്ലാം എഴുതിയത് എന്തിനാണ്? അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. 20-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കാം. യോഹന്നാൻ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജോൺ 20 വേഴ്സ് 30 and 31. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. കേൾക്കണേ. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്, വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇതെല്ലാം എഴുതിയത്. 20 അധ്യായം എഴുതി, 21 അധ്യായം കൂടെ ഉള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുകയാണ്, എഴുതി തീർക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഞാൻ ഇതെല്ലാം എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും, അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ, പറയാവോ, ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയത്, അല്ലെങ്കിൽ ഈ സുവിശേഷം മുഴുവൻ, ഈ വചനം മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, കുർബാന അർപ്പിക്കുന്നത്, കുമ്പസാരിക്കുന്നത്, വചനം വായിക്കുന്നത്, ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്, പേഴ്സണൽ പ്രയർ നടത്തുന്നത് മുഴുവൻ, the only one and only objective of every spiritual activity that we undertake is to have life. അപ്പൊ അത് നമ്മളിൽ ഇല്ലെങ്കിലോ എന്തോരം ട്രാജഡിയാണത്. നമ്മളിൽ ആ ലൈഫ് ഇല്ല. ആചാരങ്ങളെല്ലാം നടന്നു, എല്ലാം നടന്നു അല്ലേ, എല്ലാം കൃത്യമായിട്ട് നടത്തി, എല്ലാ പെരുന്നാളും കൃത്യമായിട്ട് നടത്തി, എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളിയിൽ പോയി, എല്ലാ ആത്മീയ കാര്യങ്ങളും ചെയ്തു, എല്ലാ ദിവസവും കൊന്തയില്ല, എന്നും ബൈബിള് വായിച്ചു, ബൈബിള് ഇനി ഒരു ധ്യാനവും കൂടാനില്ല. ആഫ്റ്റർ ഓൾ വാട്ട് റിസൾട്ട്? ലൈഫ് ഉണ്ടായോ? ലൈഫ് വന്നോ? വന്നില്ലെങ്കിൽ യോഹന്നാൻ പറയുകയാണ്, ഈ ഓടിയത് മുഴുവൻ വേസ്റ്റാണ്. അതുകൊണ്ടാണ് കർത്താവ് പള്ളിയെല്ലാം അടച്ചിട്ട് നമ്മളെ മര്യാദയ്ക്ക് അടക്കി ഇരുത്തിയിട്ട് ആലോചിക്കാൻ പറയുകയാണ്, എടാ ഇതുണ്ടായോ? 10-25 കൊല്ലമായിട്ട് നീ പള്ളിയിൽ പോവാണ്, എന്തുണ്ടാ? ജീവൻ ഉണ്ടായോ? ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന് ആലോചിച്ചിട്ട് ഇനി പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. നമ്മളിൽ ഈ ജീവൻ വെളിപ്പെട്ട് വരണം, അല്ലെങ്കിൽ ഈ ഓടുന്ന എല്ലാം വെറുതെയാണ്. എന്തെന്നറിയാമോ? ഇപ്പൊ നമ്മളിങ്ങനെ മര്യാദക്കാരായിട്ട് ഇപ്പൊ ഡാനിലച്ചൻ ഇതെല്ലാം പറയുന്നതിന്റെ വെളിച്ചത്തിൽ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിൽ നിന്ന് കുറെ കഷ്ടപ്പെട്ട് എല്ലാവരോടും വരുന്നവരോടൊക്കെ സ്നേഹമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നിൽക്കും. ഇച്ചിരി കഴിയുമ്പോണ്ടല്ലോ, ഈ കുറച്ചാൾ കഴിയുമ്പോഴേ, കേൾക്കുന്നുണ്ടോ, കുറേ നാൾ കഴിയുമ്പോണ്ടല്ലോ ഈ മനസ്സിന് ശരീരത്തിന് മേലുള്ള നിയന്ത്രണം കുറയും.
അപ്പൊ ശരിക്കുള്ള സാധനം വെളി വരും. അതാണ് ഈ പ്രായമാകുമ്പോൾ ഭയങ്കര മൂശേട്ടയായിട്ട് മാറുന്നതേ. നമ്മൾ പറയത്തില്ലേ പ്രായമായപ്പോ അയാൾ മൂശേട്ടായെന്ന്. പ്രായമായപ്പോ മൂശേട്ടായതല്ല. കേൾക്കുന്നുണ്ടോ? പ്രായമായപ്പോ മൂശേട്ടായതല്ല. അയാൾ ഈ മൂശേട്ടയെ കൾച്ചർ, സംസ്കാരത്തിന്റെ പേരിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോ ഈ ശരീരത്തിന്റെ മേൽ മനസ്സിലുള്ള നിയന്ത്രണം പോയി. അപ്പൊ ശരിക്കുള്ള സാധനം വെളി വന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രായമായപ്പോ മൂശേട്ടായതല്ല, ഇയാൾ ശരിക്കും മൂശേട്ടായിരുന്നു. അയാൾ ഈ ആവരണം എടുത്തിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു നിന്നേ ഉള്ളൂ. ശരിക്കും ശരീരത്തിന്റെ മേൽ മനസ്സിലുള്ള നിയന്ത്രണം പോയപ്പോ ശരിക്കുള്ള സാധനം വെളി വന്നു. മനസ്സിലായോ? 35, 40, 45 വയസ്സുള്ളപ്പോൾ ഡാനിയേൽ അച്ഛൻ എല്ലാവരോടും ചിരിച്ചോണ്ടൊക്കെ പെരുമാറും. 65 വയസ്സുള്ളപ്പോ ഈ ചിരി വരില്ല. കാരണം എന്താ അറിയാ? അന്നേരം ഈ സാധനം അടിച്ചുപോയി. അപ്പൊ ശരിക്കുള്ള ഡാനിയേൽ അച്ഛൻ വെളി വരും. നമുക്കിങ്ങനെ കുറെ അത്തിയില പൊതിഞ്ഞ് ജീവിച്ചാൽ മതിയോ? നമുക്കിങ്ങനെ കുറെ സംസ്കാരത്തിന്റെയും കൾച്ചറിന്റെയും സിവിലൈസേഷന്റെയും പേരിൽ കുറച്ച് ആവരണം എടുത്തിട്ട് ജീവിച്ചാൽ മതിയോ? നമുക്ക് ശരിക്കും നല്ല സ്റ്റഫുള്ള ആളുകളായിട്ട് മാറണ്ടേ? ബസേലിയസ് തിരുമേനി മലങ്കര സഭയെ കുറിച്ച് പറഞ്ഞെന്താ അറിയാമോ? സന്യാസത്തോളം വലിപ്പമുള്ള ഒരു സഭയാണ് മലങ്കര സഭ എന്നാണ്. കാരണം അത് പിച്ചച്ചട്ടി എടുത്ത് ഈ സന്യാസ ജീവിതം നടത്തി ഇങ്ങനെ ചട്ടി എടുത്ത് ഇങ്ങനെ തെണ്ടി നടന്ന് ഭക്ഷണം കഴിച്ച ഒരു കൂട്ടം സന്യാസിമാരിൽ നിന്നാണ് ഈ പുനരൈക്യ പ്രസ്ഥാനം ഉണ്ടായത്. ബസേലിയസ് തിരുമേനി പറഞ്ഞു അതുകൊണ്ട് സന്യാസത്തോളം പുരാതനമായ ഒരു സഭയാണിത് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുടെ സ്വഭാവമാണ് ഈ മലങ്കരക്കാരി എന്ന് പുറത്തു വരേണ്ടെന്ന്. ക്ഷമിക്കാൻ വയ്യ, തോക്കാൻ വയ്യ, താഴാൻ വയ്യ, എളിമപ്പെടാൻ വയ്യ, വിട്ടുകൊടുക്കാൻ വയ്യ. എന്ത് ജീവൻ! അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങളും കുറ്റക്കാരാണ്. നമ്മളെല്ലാം ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നമ്മളിൽ നിന്ന് നല്ല ഒന്നും വരുന്നില്ല. ആത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഞങ്ങൾക്ക് മാറണം, ഞങ്ങൾക്ക് കർത്താവിനെ പോലെ ആവണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരാഗ്രഹം യോഹന്നാൻ പറയുകയാണ്. ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ജീവൻ തരണം. ഞങ്ങൾ വേറെ ഒന്നിനും വേണ്ടിയല്ല ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണം. എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. സംസ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് പെരുമാറണമെന്നൊക്കെയുള്ള ആ ധാരണയുടെ പേരിൽ എനിക്ക് കുറച്ചൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷേ ആ അഭിനയം കൊണ്ടൊന്നും ആവില്ല. ശരിക്കുള്ള സാധനം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും. കർത്താവേ, എന്നിൽ ഈ ജീവൻ ഉണ്ടാവണം. കർത്താവേ, ഈ ജീവൻ എനിക്ക് തരണം. ഞാൻ നിന്റെ ശരീരവും നിന്റെ രക്തവും ഭക്ഷിക്കും. ഞാൻ കുർബാന ചൊല്ലുന്നത്, ഞാൻ കുർബാന ഭക്ഷിക്കുന്നത് ഈ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ബോധ്യം ഇപ്പോൾ എനിക്ക് നീ തരണം. കർത്താവേ, എനിക്ക് ജീവൻ തരണം. കർത്താവേ, എന്നിൽ ഈ ജീവൻ വെളിപ്പെടണം. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിട്ട് മാറണം. അത് അനേകരെ പ്രകാശിപ്പിക്കണം. അനേകർ ആ വെട്ടത്തിൽ നടക്കണം. അതിന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ആശീർവാദം തരണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ തരണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബ തിരുമേനിയോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്യസ്തരോടും കുടുംബങ്ങളോടും എല്ലാം ചേർന്ന് കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വന്യദാതൻ മാറിവാനിസ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വന്ന എല്ലാ പിതാക്കന്മാരുടെയും ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ വലിയ മധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. അമ്മേ മാതാവേ, അമ്മ ജന്മത്തിരുനാളിൽ അമ്മയുടെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച ഈ നാളുകളിൽ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. നാളെയും മറ്റന്നാളും കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾക്ക് നന്നായി വചനം ഗ്രഹിക്കാനുള്ള അനുഗ്രഹം അമ്മ വാങ്ങിച്ചു തരണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.